നമസ്കാരം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ തീവ്ര നിലപാട് സ്വീകരിച്ച വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയാണോ ഭരണമുന്നണിയായ UDF? PM ശ്രീ നടപ്പാക്കുന്നതിലെ അവ്യക്തതയും സർവകലാശാലകളുടെ കാവ്യവൽക്കരണത്തിലെടുക്കുന്ന മൃദു സമീപനവുമാണ് ഈ വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത്. UDF അനുകൂല സമീപനം സ്വീകരിച്ചിരുന്ന ന്യൂനപക്ഷ സംഘടനകൾ ഇക്കാര്യത്തിൽ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന വിദ്യാർത്ഥി സംഘടന ഫ്രറ്റേണിറ്റി ഇന്ന് MG സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ സമസ്ത മുഖപത്രമായ സുപ്രഭാതം താക്കീതിന്റെ ഭാഷയിൽ മുഖപ്രസംഗം എഴുതി. നയപ്രഖ്യാപനത്തിൽ പേരിന് പോലും കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള വിമർശനമില്ല എന്നതും സമസ്ത മുഖപത്രം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനോടുള്ള നിലപാടിൽ വെട്ടിലാകുമോ സതീശൻ സർക്കാർ? ഈ ചോദ്യമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ഉന്നയിക്കുന്നത്. ഈ ചർച്ചയിൽ ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM, ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ BJP എന്നിവർ. ആദ്യം ശ്രീ TP ജയചന്ദ്രൻ, സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ കേരളത്തിൽ LDF ഭരിക്കുന്നതാണോ UDF ഭരിക്കുന്നതാണോ നല്ലത്? ആ ചോദ്യം അങ്ങനെയാണോ അഭിലാഷേ നല്ലത്? ഇന്ത്യ രാജ്യത്ത് ഭരണ പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട ഗവൺമെൻറ്റുകൾ എവിടെയൊക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ആരോപിക്കപ്പെടുന്ന പദ്ധതി നടപ്പിലാക്കാൻ മടി കാണിച്ചിട്ടുള്ളത്? ആദ്യമായി പദ്ധതിയിൽ ചേർന്നത് ഏതൊക്കെ സർക്കാരുകളാണ്? അഭിലാഷ്, ഇതൊക്കെ വെറും രാഷ്ട്രീയമായ ആരോപണങ്ങളല്ലേ? മലയാളത്തിലൊരു ചൊല്ലുണ്ട്, മൂത്തവർ മൊഴിയും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. ഈ രാജ്യത്തിന് വേണ്ട പദ്ധതികളെ രാഷ്ട്രീയമായി ഇടതുപക്ഷം അല്ല. ഒരു കാര്യം അഭിലാഷ് നിങ്ങൾ ഓർക്കേണ്ടത്, ഇന്ത്യ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നയങ്ങളോടും പരിപാടികളോടും സ്വീകാര്യത വർദ്ധിച്ചു വരികയാണ്. ഇന്നലെ വരെ കോൺഗ്രസ് ആയവർ ഇന്ന് BJP ആകുന്നു. ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയേന്തി നടന്നവർ ജീവിതം പാഴായിപ്പോയി എന്ന് കരുതിക്കൊണ്ട് BJPയിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരവെന്ന് പറയുന്നത് BJP ആണ് ശരി എന്നുള്ളത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും തിരിച്ചറിഞ്ഞു തുടങ്ങുകയും രാഷ്ട്രീയമായ എതിർപ്പുകൾ പോലും ഒന്നൊന്നിയാതെ അവർ മെല്ലെ മെല്ലെ അവശേഷിപ്പിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് ഈ നന്മയോടൊപ്പം ചേരാൻ രണ്ട് മുന്നണികളും മത്സരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള വളരെ വ്യക്തവും കൃത്യവുമായുള്ള ഉത്തരം അഭിലാഷ്. ശരി. ശ്രീ അരുൺകുമാർ, ഭരണയന്ത്രം തിരിച്ചിരുന്ന സമയത്ത് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനൊരു തീരുമാനമുണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്ക് ഒരു തീരുമാനമുണ്ടായിരുന്നു, ധാരണാപത്രം ഒപ്പുവെച്ചതാണ്. പിന്നീട് മുന്നണിയിലെ ഘടകകക്ഷികളുടെ പ്രത്യേകിച്ച് CPയുടെ എതിർപ്പ് കൊണ്ട് അത് ഫ്രീസ് ചെയ്തതാണ്. അപ്പോൾ രാഷ്ട്രീയ തീരുമാനം എന്നുള്ള നിലയിൽ CPM ഒരർത്ഥത്തിൽ അംഗീകരിച്ച കാര്യമാണ് PM ശ്രീ. സർവകലാശാലകളുടെ കാര്യത്തിൽ LDF ഭരിച്ചിരുന്ന കാലത്തും സർവകലാശാലകളുടെ സെനറ്റുകളിലും സിൻഡിക്കേറ്റിലും, താങ്കളൊരു സിൻഡിക്കേറ്റ് മെമ്പറാണല്ലോ, സിൻഡിക്കേറ്റിലും സംഘപരിവാർ പ്രതിനിധികൾ വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിനോ UDFനോ തടയാൻ കഴിയുന്ന കാര്യമാണോ? നിങ്ങൾ ഭരണത്തിലിരുന്ന സമയത്ത് എടുത്ത അതേ സമീപനം, അതായത് PM ശ്രീ വലിയ കുഴപ്പമില്ല എന്ന സമീപനം പ്രതിപക്ഷത്തിരിക്കുമ്പോഴും എടുക്കുമോ? ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരെ നിരന്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണുകയാണ്. പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ എന്തിനെയൊക്കെയാണോ എതിർത്തത് അതിനെ അന്ന് നഖശികാന്തം എതിർത്തു, ഇന്ന് അതിനെയെല്ലാം കൈകൊട്ടി സ്വീകരിക്കുന്നത് നാം കാണുന്നു. അത് സംശയങ്ങളായും ചോദ്യങ്ങളായിട്ടും വരുമ്പോൾ വ്യാജ വാർത്തകളും കള്ളവും പ്രചരിപ്പിക്കുന്നത് നാം കാണുകയാണ്. ഇപ്പോൾ MG സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം, ശരിക്കും താൽക്കാലിക വൈസ് ചാൻസലറുടെ ഒരു ഒഴിവ് അവിടെ ഉണ്ടായിരുന്നോ? LDF സർക്കാർ കൊടുത്ത 3 അംഗ പാനലിൽ നിന്ന് ഒരാളെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചു. ആ വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ 60-ാം വയസ്സിൽ മെയ് മാസം 31-ന് റിട്ടയർ ആകുന്നു. അത് അദ്ദേഹത്തിൻ്റെ സർവീസിൽ നിന്നാണ് റിട്ടയർ ആകുന്നത്. പക്ഷേ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 65 വയസ്സ് വരെ തുടരാം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇനിയും കാലാവധിയുണ്ട്. ആ കാലാവധി ഉള്ളപ്പോൾ മെയ് മാസം 31-ന് റിട്ടയർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അധ്യാപക വൃത്തിയിൽ നിന്നാണ് റിട്ടയർ ആകുന്നത്. അതുകൊണ്ട് തന്നെ VC ഷിപ്പിൽ നിന്ന് മാറണം എന്ന് രാജ്യഭവൻ ഓർഡർ ഇടുന്നു, ഗവർണർ ഉത്തരവിടുന്നു. അതിന്റെ ഭാഗമായി തനിക്ക് ഇഷ്ടമുള്ള ഒരാളെ നിയമിക്കുന്നു. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, കഴുത്തിൽ ഷാളൊക്കെ ധരിച്ച് RSSന്റെ നേതാക്കന്മാർ VCയുടെ ചേംബറിൽ പോയി മാലയിട്ടുന്നു, ബൊക്ക കൊടുക്കുന്നു. അതിന്റെ പടം അവർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ട് പറയുന്നു MG സർവകലാശാല കാവ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നുണ പറഞ്ഞു പത്രസമ്മേളനത്തിൽ. എന്താ പറഞ്ഞത്? അത് കൃത്യമായിട്ട് പാനൽ LDF സർക്കാർ കൊടുക്കാത്തത് കൊണ്ടാണ് എന്നത്. ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാനൽ LDF കൊടുത്തു. അതിൽ നിന്ന് നിയമിച്ചയാൾ 60 വയസ്സ് പൂർത്തീകരിച്ചപ്പോൾ 65 വയസ്സ് വരെ തുടരാമെന്നിരിക്കെ അദ്ദേഹത്തെ പുറത്താക്കുമ്പോൾ, ഏകപക്ഷീയമായി പുറത്താക്കുമ്പോൾ ഒരു വാക്ക് അതിനെതിരെ ഉരിയാടാനോ നിയമ സംവിധാനത്തെ ഉപയോഗിക്കാനോ കോടതിയിൽ പോകുവാനോ ഇന്നാണ് സത്യമെന്ന് പ്രതികരിക്കാൻ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ തയ്യാറായില്ല. 2,
30 പേരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ 19 RSS നേതാക്കന്മാരെ തിരികെ കയറ്റുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു വിവരം കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തയ്യാറായോ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായോ? ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്? ഇത് MG സർവകലാശാലയാണെങ്കിൽ ഇവിടെ സംസ്കൃത സർവകലാശാല ഉൾപ്പെടെ കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഓരോ സർവകലാശാലയിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരികയാണ്. അതായത് പൂർണ്ണമായി സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ. പിന്നെ താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം, PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ പ്രചരണമായി ഇവിടെ നടന്നേ? ഇപ്പൊ ഒരു മന്ത്രി ഉണ്ടല്ലോ, KM ഷാജി, എന്താ പറഞ്ഞ്? PM ശ്രീയെ ഞങ്ങൾ അറബിക്കടലിൽ തള്ളും. എന്നിട്ട് അവിടെ മത്സ്യബന്ധനത്തിന് പോയ ആർക്കെങ്കിലും അറബിക്കടലിൽ നിന്ന് അത് കിട്ടിയോ? കുഞ്ഞാലിക്കുട്ടി എന്നാ പറഞ്ഞ്? ചവിട്ടിക്കൂട്ടി ഞങ്ങൾ ചവിറ്റുകൊട്ടയിലിടും എന്നല്ലേ പറഞ്ഞ്? ശ്രീ VD സതീശൻ തന്നെ എത്ര തവണ മോഡിയും പിണറായിയും തമ്മിൽ ഡീല്, മോഡിയുടെ സഹോദരനാണ് പിണറായി, മുണ്ടുടുത്ത മോഡിയാണ് പിണറായി എന്നെല്ലാം പറഞ്ഞ് PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്രമിച്ചില്ലേ? SSA ഫണ്ട് കിട്ടുവാൻ വേണ്ടി ആ സമയത്തുണ്ടായ സാഹചര്യം പലതവണ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. പ്രതിഷേധം വന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചർച്ച വന്നു, അത് ഫ്രീസ് ചെയ്തു, ഒരു തരത്തിലും മുന്നോട്ട് പോയില്ല. SSA ഫണ്ട് അന്ന് ചെറിയ നോമിനി കിട്ടി. പക്ഷെ UDF വന്നപ്പോഴോ SSA ഫണ്ട് അന്ന് തടഞ്ഞു വെച്ച ഫണ്ടടക്കം കൊടുത്തു. എന്താണോ അന്ന് PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF പറഞ്ഞത് അതെല്ലാം വിഴുങ്ങി PM ശ്രീയിൽ ഒപ്പിടാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച നാം കാണുകയല്ലേ? ഇത് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ. 22 ദിവസമല്ലേ ആയുള്ളൂ. എന്തൊക്കെ കഴിഞ്ഞ 5 വർഷം പറഞ്ഞോ അതിന് ഘടകവിരുദ്ധമായി പറഞ്ഞ ഒരു 10-15 കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം ഈ ചർച്ചയുടെ ഘട്ടത്തിൽ തന്നെ. അപ്പോൾ സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ RSS എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൽ കൂടുതൽ കോൺഗ്രസും UDFും കൂട്ടുനിന്ന് ഒക്കെ ചങ്ങാതിമാരായി അവർ മാറുന്നത് നാം കാണുകയാണ്. ശരി, ശ്രീ ജിൻഡോ ജോൺ, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ് കേരളത്തിൽ എന്ന് തോന്നുന്നു. PM ശ്രീ പദ്ധതി പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഡീലാണ് എന്ന് ആരോപിച്ചു നിങ്ങൾ. ഇപ്പോൾ ആ PM ശ്രീയുടെ കാര്യത്തിൽ PM ശ്രീ നടപ്പാക്കില്ല എന്ന ഒരൊറ്റ വാചകം പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്കോ കഴിയുന്നില്ല. നിന്ന് ഇരുട്ടിൽ തപ്പുകയാണ്. സർവകലാശാലകളിൽ ഇതാ MG സർവകലാശാലയിൽ ഒരു സംഘപരിവാർ VC വന്നിരിക്കുന്നു, ഡോക്ടർ മാവൂത്ത്. അവിടെ 19 പേരെ സംഘപരിവാർ നോമിനികളെ സെനറ്റിലേക്ക് നിയോഗിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും സിൻഡിക്കേറ്റിലേക്കും അങ്ങനെ സർവകലാശാല ഭരണത്തിലേക്ക് തന്നെയും അവിടെ വരികയാണ്. സർവകലാശാലകളുടെ കാവ്യവൽക്കരണവും ഇടതുപക്ഷം അയഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് നിങ്ങളാണ് ഭരിക്കുന്നത്. അരുൺകുമാർ പറഞ്ഞതുപോലെ 1 മാസം തികഞ്ഞിട്ടില്ല അധികാരത്തിലെത്തിയിട്ട്. മുമ്പ് പറഞ്ഞതെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണോ? അല്ല അഭിലാഷേ, അങ്ങനെ തന്നെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കണം. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അത് കൃത്യമായിട്ട് ഞങ്ങളെ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിലൊന്നും ഒരു തർക്കമില്ല. മാധ്യമപ്രവർത്തകരും പൊതുജനങ്ങളും ഞങ്ങളെ ഓഡിറ്റ് ചെയ്യണം. പിണറായി വിജയൻ സർക്കാരിനെതിരെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യത്തിൽ ഞങ്ങൾ പിന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ അവർ ചെയ്തതുപോലെ തന്നെ ആവർത്തിക്കുന്നു എന്ന് പരിശോധിച്ച് വിലയിരുത്തേണ്ടത് ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ തന്നെയാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു മര്യാദയും. പക്ഷെ ഞങ്ങളോട് ഈ ചോദ്യം ചോദിക്കാൻ CPM-ന് എത്രത്തോളം അവകാശമുണ്ടെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അവർക്ക് ഒരു 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 മടിയുമില്ലാതെയാണ് PM ശ്രീ എന്ന് ഞാൻ അതിൽ വെച്ച് തന്നെ തുടങ്ങാം. ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന PM ശ്രീയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചുവെന്ന് UDF സർക്കാർ അരുൺകുമാറോട് പറഞ്ഞോ അങ്ങനെ തീരുമാനിച്ചെന്ന്? കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ പറഞ്ഞത് അക്കാര്യത്തിൽ നിയമോപദേശം തേടി നിയമപരമായിട്ട് അതിന്റെ കാര്യകാരണ സഹിതം പരിശോധിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കുമെന്നുള്ളതാണ്. നിങ്ങൾ അന്ന് ഒപ്പുവെക്കാൻ പോയത്, നിങ്ങൾ അന്ന് ഒപ്പുവെച്ചതിന് ശേഷം പിറ്റേന്ന് ചിന്താവാരികയിൽ ലേഖനം എഴുതി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഒന്നുകിൽ ഒപ്പുവെച്ചത് പുള്ളി അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഒപ്പുവെച്ചതിന് ശേഷം കള്ളം പറഞ്ഞ് വ്യാജമായിട്ട് ചിന്താവാരികയിൽ ലേഖനം എഴുതി. ഇത് രണ്ടുമാകട്ടെ, ഏതായാലും സ്വന്തം ക്യാബിനറ്റിനെ അറിയിക്കാതെ അന്ന് നിങ്ങൾ ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ CPM അന്നെടുത്ത നിലപാട് എന്ത് എന്ന ചോദ്യം കൊണ്ട് ഈ വിഷയമില്ലാതാവില്ല. കാരണം CPM എന്ത് നിലപാടെടുത്തു എന്നുള്ളതല്ല, കേരളത്തിലെ പൊതുസമൂഹം എന്ത് ചോദ്യം ചോദിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രസക്തം. ഇപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖപത്രമായ സുപ്രഭാതം ഇന്ന് അവരുടെ എഡിറ്റോറിയലിൽ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാമോ? തമിഴ്നാട്ടിൽ മുൻ സർക്കാർ എടുത്ത അതേ നിലപാട് പിന്തുടരുകയാണ് വിജയ് സർക്കാർ ചെയ്തത്. എന്നാൽ കേരളത്തിലാവട്ടെ മുൻ സർക്കാർ ഒപ്പിട്ട ശേഷം മരവിപ്പിച്ച കരാറുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിൽ വ്യക്തമായ നിലപാട് പറയാൻ പുതിയ സർക്കാരിന് സാധിക്കുന്നില്ല. അധികാരത്തിലെത്തിയാൽ പദ്ധതി റദ്ദാക്കുമെന്ന് പ്രഖ്യാപിച്ചവരിൽ നിന്നാണ് ഇത്തരം സമീപനം ഉണ്ടാവുന്നത്. അതായത് ഈ വിഷയത്തിൽ നിലപാടെടുത്ത നിങ്ങളെ പിന്തുണച്ച ആളുകൾ ഇപ്പൊ ചോദിക്കുകയാണ്, ഇതല്ലല്ലോ മുമ്പ് പറഞ്ഞിരുന്നത് എന്ന്. CPM മുമ്പെടുത്ത നിലപാടിന് അനുകൂലമായി നിലപാടെടുക്കാനല്ലല്ലോ UDF-നെ ജനങ്ങൾ ഭരണത്തിലേറ്റിയിട്ടുള്ളത്.
തീർച്ചയായിട്ടും അഭിലാഷ്, താങ്കൾ ശരിയായ വണ്ണം സൂചിപ്പിച്ചതുപോലെ CPM മുൻപെടുത്ത നിലപാടിൽ തെറ്റായതെന്ന് കേരള സമൂഹം വിധിയെഴുതിയ ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അതേപടി തുടരാനല്ല, അത് തിരുത്താൻ തന്നെയാണ് ഞങ്ങളെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ ചോദിക്കുന്നത് CPM-നോട് ചോദിക്കുന്നത്, ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ ആ വൈകാരികമായിട്ടുള്ള ആവശ്യത്തെ മാനിക്കുന്നു. അതിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഇത് പരിശോധിക്കണമല്ലോ. ഇവർ ഇതിനു മുമ്പത്തെ ക്യാബിനറ്റിനെ അറിയിക്കാതെ എവിടെയൊക്കെ പോയി എന്തിലൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് പരിശോധിക്കണ്ടേ? ഇതിന്റെ നിയമവശം എന്താണെന്ന് പരിശോധിക്കണ്ടേ? അപ്പോൾ പൗരത്വ നിയമം വന്നപ്പോൾ ഞങ്ങൾ ഇത് നടപ്പാക്കില്ല എന്ന് തീരുമാനിക്കുന്ന പോലെ ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രം പോരല്ലോ, ഇതിന്റെ നിയമപരമായ വശം കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി ഒപ്പിടാൻ തീരുമാനിച്ചിട്ടില്ല. UDF സർക്കാരിന്റെ കാലത്ത് PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. എന്താണ് വേണ്ടതെന്ന് പരിശോധിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പരിശോധിച്ചതിന് ശേഷം ഇതിന്റെ നിയമപരമായിട്ടുള്ള ബാധ്യതകൾ പഠിച്ചതിന് ശേഷം അക്കാര്യത്തിൽ ഒരു തീരുമാനം പറയും. അതുവരെയെങ്കിലും ഒരു സമാശ്വാസം നൽകണമെന്നുള്ളതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തത്, LDF-ന്റെ കാലത്ത് വാങ്ങിയ SSI ഫണ്ട് UDF-ന്റെ കാലത്ത് വാങ്ങണ്ട എന്നൊരു തീരുമാനം LDF-നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഒരു കാര്യം അരുൺകുമാറോട് നേരിട്ട് ചോദിക്കുന്നത്, PM ശ്രീയിൽ ഒപ്പിട്ട നടപടി തെറ്റായിരുന്നോ? അത് തെറ്റായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ആ തെറ്റ് തിരുത്താൻ ഞങ്ങളും തയ്യാറാണ്. ഞങ്ങൾ എന്തായാലും ആ തെറ്റ് തിരുത്താൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്കത് പരിശോധിക്കണം, പഠിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ അന്ന് ഒപ്പിട്ടത് തെറ്റായിരുന്നോ ശരിയായിരുന്നോ എന്നുള്ള വാദത്തിന് മറുപടി പറയാൻ പറ്റുമോ? ഇനി യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട വിഷയം, ഇവിടെ ഡോക്ടർ ഡി മാവൂത്തിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. ഞാൻ കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്നു. അദ്ദേഹം ഒരുപാട് വർഷക്കാലം CPM-ന്റെ അധ്യാപക സംഘടനയിലെ അംഗമായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സംഘപരിവാറിന്റെ സംഘടനയിൽ ചെന്നതിന് ശേഷം ഗവർണറുടെ ശുപാർശയിൽ പ്രകാരം MG യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക VC ആയി ചുമതല കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ആശംസാ പ്രവാഹം കൊണ്ട് മൂടി അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്നത് LDF-ന്റെ സംഘടനാ ഭാരവാഹികളായി കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ വിരാജിച്ച മനുഷ്യരാണ്. അപ്പോൾ LDF-ന് അക്കാര്യത്തിൽ കൊച്ചി യൂണിവേഴ്സിറ്റിയിലുള്ള LDF-ന്റെ അധ്യാപക അനധ്യാപക സംഘടനയുടെ നിലപാട് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. ഇനി CPM-ന്റെ നിലപാട്, അദ്ദേഹത്തെ നിയമിച്ചത് തെറ്റാണെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ പറയുന്നത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ സംഘിവൽക്കരണവും സഖാവുവൽക്കരണവും ഒന്നും വേണ്ടെന്നേ. ക്വാളിറ്റിയുള്ള അധ്യാപകർ വന്നിട്ട് വിദ്യാർത്ഥികളെ ക്വാളിറ്റിയോടുകൂടി പഠിപ്പിക്കട്ടെ. ഇതിങ്ങനെ കുളം കലങ്ങാനായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരേണ്ടതുണ്ട്. അക്കാര്യങ്ങൾ പഠിച്ച് അതിൽ വേണ്ടത്ര മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് 22 ദിവസമായ സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാൻ ആവേശം കാണിക്കുന്ന ആളുകൾ എങ്ങനെയാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഈ അവസ്ഥയിലേക്ക് തരം താണതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും ചക്കളത്തി പോരാട്ടം നടത്തിയപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും ഗോപിനാഥ് രവീന്ദ്രനെ യൂണിവേഴ്സിറ്റി VC ആയിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ട് 1:1 എന്ന് പറഞ്ഞിട്ട് ഒരാൾ താങ്കൾ എടുത്തോ ഒരാൾ ഞാൻ എടുത്തോളാം പറഞ്ഞ് പങ്കുവെച്ച് വീതം വെച്ച് കൊണ്ടുപോയപ്പോഴല്ലേ ഈ പരിപാടി തുടങ്ങിയത്. അതിനുശേഷം നിങ്ങൾ തർക്കമുണ്ടാക്കി ജന്മഭൂമി ലേഖകൻ അടക്കമുള്ള ആളുകൾ സിൻഡിക്കേറ്റിലും സെനറ്റിലും വന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ, ഇല്ലേ? ബെഞ്ച് ഓഫ് തോട്ട്സ് വിചാരധാര പഠിക്കാനായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സിലബസിൽ ഉൾപ്പെടുത്തിയ കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട്. അപ്പൊ ഇതിനെല്ലാം പ്രത്യേകം UDF സർക്കാർ അധികാരമേറ്റതിനു ശേഷം സംഘിവൽക്കരണം കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തോട് ചെയ്യുന്ന താറുമാറാക്കിയ ഒരു 10 വർഷത്തിൽ സർക്കാർ എന്നുള്ളതാണ് അവിടുത്തെ മൗലികമായ പ്രശ്നം. എനിക്ക് ആ ചോദ്യത്തിലേക്കൊന്ന് തിരിച്ചു വരേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ചോദിച്ചു ശ്രീ അരുൺകുമാർ. ശരി, PM ശ്രീയിൽ ഒപ്പിടുന്നതിനെ കുറിച്ച്, ഇപ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാടുകളെ കുറിച്ച്, അതിലെ കൺഫ്യൂഷനെ കുറിച്ച് നിങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം. അപ്പോൾ PM ശ്രീയിൽ ഒപ്പിടുന്നത് തെറ്റാണ് എന്ന നിലപാടുണ്ടായിരുന്നോ മുമ്പ് കേരളത്തിലെ സർക്കാർ? അന്നത്തെ LDF-ന്റെ സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചത്, ഇവിടെ പറഞ്ഞതുപോലെ മുന്നണിയെയോ പാർട്ടിയെ പോലും അറിയിക്കാതെ ഒപ്പിടാൻ തീരുമാനിച്ചത് തെറ്റായിപ്പോയി. അന്ന് അത് തെറ്റായിരുന്നു എന്ന ബോധ്യത്തിലാണോ തിരുത്തിയത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അല്ല, തീർച്ചയായിട്ടും PM ശ്രീയിൽ ഒപ്പിട്ടത് അരുൺകുമാറാണോ? ഓക്കെ സോറി. യെസ്, ഇവിടെ കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി വളരെ വിശദമായി തന്നെ പല ഘട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവും സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല തകർക്കാൻ വേണ്ടി SSA പ്രകാരം നിയമപരമായിട്ട് കിട്ടേണ്ട ആയിരക്കണക്കിന് കോടി രൂപ തടഞ്ഞു വച്ചപ്പോൾ ആ തുക വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം എന്ന രൂപത്തിൽ തന്നെയാണ് അന്ന് ഒപ്പിട്ടത്. അന്ന് പറഞ്ഞു കേന്ദ്ര പദ്ധതികളൊന്നും നടപ്പാക്കില്ല, ഒരു തരത്തിലും സിലബസ് പരിഷ്കാരമില്ല, സിലബസിൽ ഒരു തരത്തിലുള്ള കേന്ദ്ര നിർദ്ദേശവും പാലിക്കില്ല എന്ന് പറഞ്ഞു മുന്നോട്ട് പോയി. ഒരു ഘട്ടത്തിൽ അത് ഫ്രീസ് ചെയ്യുന്ന സാഹചര്യം. അതല്ലല്ലോ ഇപ്പൊ പ്രശ്നം. ഇപ്പൊ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ PM ശ്രീയെ അന്ന് എതിർത്തില്ല, അന്ന് മന്ത്രിസഭയിൽ വയ്ക്കാതെ ഒപ്പിട്ടതിനെ മാത്രമേ എതിർത്തുള്ളൂ, പദ്ധതിയെ ഞങ്ങൾ എതിർത്തില്ല എന്ന് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുമ്പോൾ
പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ നിരവധി പ്രസ്താവനകളും ഇടപെടലുകളും പ്രസംഗങ്ങളും നിയമസഭയിലെ ചോദ്യോത്തരവും മറുപടിയും എല്ലാം അദ്ദേഹം തന്നെ വാഷ് ഔട്ട് ചെയ്ത് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ പദ്ധതിയെ എതിർത്തില്ല എന്ന്. ഇത്തരത്തിൽ ഓന്തിന്റെ നിറം മാറുന്നത് പോലെ മാറുന്നതിനെയാണ് ഞങ്ങൾ എതിർത്തത്. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിച്ചല്ലോ, 22 ദിവസമല്ലേ ആയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതിൽ എന്തൊക്കെയാണ് മാറ്റി പറഞ്ഞിരിക്കുന്നത് അത് പറയാം. ഞാൻ പറയാം, ഒരു സമയം തന്നാൽ മതി, അധികം സമയം വേണ്ട. നിങ്ങൾ പറഞ്ഞു പെട്രോൾ ഡീസൽ നികുതി ഭീകരതയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സംസ്ഥാന വിഹിതം വെട്ടിക്കുറയ്ക്കുമെന്ന്. ഇപ്പൊ നികുതി ഭീകരത ഇല്ലേ? 4 തവണയായി 8 രൂപയാണ് വർദ്ധിച്ചത്. അതേപോലെ തന്നെ കടമെടുക്കാതെ ഖജനാവ് നിറയ്ക്കാൻ കഴിയുന്ന മാന്ത്രിക വിദ്യ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. ആദ്യം 1800 കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചു, ഇപ്പൊ 6800 രൂപ കടമെടുക്കാൻ തീരുമാനിച്ചു. PSC റാങ്ക് ലിസ്റ്റ് ഞങ്ങൾ യഥേഷ്ടം എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് 3-ാം ദിവസം നിങ്ങൾ തന്നെ പിൻവലിച്ചു. എന്നിട്ട് പറഞ്ഞു നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന്. മുൻപം 10 മിനിറ്റ് കിട്ടിയാൽ ഞാൻ ഈ പ്രശ്നം എല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞ പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ചു. 10 ദിവസം കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞു, 22 ദിവസം കഴിഞ്ഞു. അതുപോലെ തന്നെ മോഡി പിടിപ്പിക്കൽ അറ്റകുറ്റിപ്പണി ആയി മാറിയത്, മുഖ്യമന്ത്രി പിണറായിയുടെ ഹെലികോപ്റ്റർ പോലീസിന്റെ ഹെലികോപ്റ്ററായി മാറിയത്, അതുപോലെ തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ തുടർച്ച എന്ന് പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടരുമെന്ന് പറയുന്ന സാഹചര്യം അടക്കം എത്രയോ ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ആന 5 പേരെയാ ചവിട്ടിക്കൊന്നേ, അപ്പൊ പറയുന്നു ആന ചവിട്ടിക്കൊല്ലുമ്പോ പറയുന്നു അത് യഥേഷ്ടം നടക്കുന്നതാണ്, മാന്ത്രിക വിദ്യ ഞങ്ങളുടെ കയ്യിലില്ല, സർക്കാർ മാറിയത് ആന അറിഞ്ഞിട്ടില്ല എന്ന്. ആരോഗ്യമന്ത്രി, ഒരു എരണം കെട്ടവൻ കേരളം ഭരിക്കുമ്പോഴാണ് നിപ്പ വൈറസ് ഉണ്ടായത്, അതുകൊണ്ടാണ് കോവിഡ് ഉണ്ടായതെന്ന് പറയുന്നു. ഇപ്പൊ നിപ്പ വൈറസ് പറയുമ്പോ ആ എരണം കെട്ടവൻ എന്ന വിശേഷണം കൊടുത്ത ആൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിട്ട് മാറിയിരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾ വേണം? അതുകൊണ്ട് 22 ദിവസമായോളെങ്കിലും കഴിഞ്ഞ 5 വർഷം നിങ്ങൾ പറഞ്ഞത് എല്ലാം തിരുത്തി പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും കോൺഗ്രസ് പ്രതിനിധി 19 സെനറ്റ് മെമ്പർമാരെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിഷേധിച്ചോ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഗവർണറുമായി പോരിനില്ല, ഞങ്ങൾ ചാൻസലറുമായി സന്ധി ചേർത്തിരിക്കുകയാണ്. ഞങ്ങളും പറയുന്നു നിങ്ങൾ സന്ധി ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ കേരളത്തിന്റെ സർവകലാശാലകളെ മുഴുവൻ കാവ്യവൽക്കരിക്കാൻ RSS എന്താണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ പിന്തുണ കൊടുക്കുന്ന സാഹചര്യമാണ് ഈ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അലോസരപ്പെട്ടിട്ട് കാര്യമില്ല. വസ്തുതകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നത്. അങ്ങ് കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഞ്ഞക്കുറ്റി മാറ്റി നിങ്ങളുടെ കാവിക്കുറ്റി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാം. അതുകൊണ്ട് നിരന്തരം ഞങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. ശരി, TP ജയചന്ദ്രൻ, ഈ സർവകലാശാലകളിലേക്ക് പാരലായ വഴി കടന്നു കയറി അവിടെ അധികാരം ഉറപ്പിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. വിവിധ സർവകലാശാലകളുടെ സെനറ്റുകളിലേക്കും പിന്നീട് സിൻഡിക്കേറ്റിലേക്കും ഒക്കെ സമാനമായ വിധത്തിലുള്ള എൻട്രി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വൈസ് ചാൻസലർമാർ ഒക്കെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള സർവകലാശാലകളിൽ ചാൻസലറായി ഗവർണറെ വെച്ചിരിക്കുന്നത് അതായത് സർവകലാശാലകളുടെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ്. ഗവർണർമാർ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തില്ല, അതൊരു ഭരണഘടനാ പദവി എന്ന നിലയിൽ മുന്നോട്ട് പോകും എന്നൊരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭകൾ ഈ വിവിധ സർവകലാശാല സ്റ്റാറ്റ്യൂട്ടുകൾ ഉണ്ടാക്കിയ സമയത്ത് ഗവർണറെ ചാൻസലറാക്കി വെച്ചു. അതിനെ ഒരു ആയുധമാക്കിക്കൊണ്ട് പരമാവധി രാഷ്ട്രീയ താല്പര്യം നിർവഹിക്കുക, സ്വന്തക്കാരെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് വെക്കുക, അങ്ങനെ ഭരണാധികാരം പിടിക്കുക. ആ നിലയ്ക്ക് ഇപ്പൊ തുടങ്ങിയതൊന്നുമല്ല. സ്വിച്ച് ഇട്ടതുപോലെ ഈ MG സർവകലാശാലയിൽ 18 പേരെയോ 19 പേരെയോ നോമിനേറ്റ് ചെയ്തപ്പോഴാണ് ഇത് തുടങ്ങിയത് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുഴുവനായി അതിന്റെ ഭരണ സംവിധാനത്തിൽ അതിന്റെ അഡ്മിനിസ്ട്രേഷനിൽ സമ്പൂർണ്ണ കാര്യകർത്തൃത്വം വഹിക്കാമെന്നാണോ RSSും BJPയും വിചാരിക്കുന്നത്? അഭിലാഷേ, അങ്ങനെ പുറംവാതിലിലൂടെ കയറ്റിക്കൊണ്ടുവരേണ്ടതൊന്നല്ല ഈ ആദർശം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നോക്കൂ, ഇവിടെ ഈ ചർച്ച കേൾക്കുമ്പോൾ കണിശമെങ്കിലും ആത്മാർത്ഥതയും സത്യസന്ധതയും ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന LDFന്റെയോ UDFന്റെ പ്രതികൾക്ക് ഈ ചർച്ചയിൽ കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ അഭിലാഷേ? നിങ്ങൾ ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് നേരിട്ടുള്ള ഒരു ഉത്തരം ഇവർക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ടോ? താങ്കൾ വളരെ കൃത്യമായി ചോദിച്ചു. 2022 മുതൽ 4 വർഷക്കാലം അരുൺകുമാറിന്റെ പാർട്ടി തലങ്ങും വിലങ്ങും കീറിയും മറിച്ചും പരിശോധിച്ചു. എന്താണ് പരിശോധിച്ചത്? PMC പദ്ധതി കേരളത്തിന് അനുയോജ്യമാണോ? അവസാനം ഒരു സുപ്രഭാതത്തിൽ പോയി ഒപ്പിട്ടു. എന്നിട്ട് ഇപ്പം ഇവിടെ വന്നിട്ട് അതിനെ വിമർശിക്കുകയാണ്. അന്ന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നിരുന്നില്ല ജിൻഡോ ജോണിന്റെ പാർട്ടിക്ക്. അദ്ദേഹം പറഞ്ഞു ഇത് RSSന്റെ കാല് തിരുമ്പലാണ്, സംഘത്തിന്റെ അജണ്ടകൾ ഒളിച്ചുകടത്തലാണ്. എന്നിട്ട് ഇപ്പോൾ ജിൻഡോ ജോണിന്റെ മുഖ്യമന്ത്രിക്ക് ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, ഇതിന് ഇത്രമാത്രമൊക്കെ ആലോചിക്കേണ്ടതുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്? അദ്ദേഹം 2022 മുതൽ ആലോചിക്കുകയും
ശിവൻകുട്ടി ഒപ്പിട്ടപ്പോൾ അതിന്റെ അണുകിട കീറി പരിശോധിച്ചതല്ലേ? അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് പറയാൻ സാധിക്കണ്ടേ ഞങ്ങൾ ഒപ്പിടില്ല എന്ന്? മറിച്ച് RSSന്റെ കാല് തീരുമാൻ ഞങ്ങൾ പോവില്ലെന്ന് പറഞ്ഞ നേതാക്കന്മാരുടെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ആവണക്കണ്ണ ഇട്ട് ഉരുണ്ട് കളിക്കുകയാണ്. ഒപ്പിടുമെന്നോ ഒപ്പിടില്ലെന്നോ പറയാൻ അദ്ദേഹത്തിനോ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ കഴിയുന്നില്ല. പകരം ഇവരൊക്കെ ഞൊടിഞ്ഞായം പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ വളരെ കൃത്യമായി രണ്ടു കൂട്ടരോടും ചോദിക്കും. അരുൺകുമാർ, നിങ്ങൾ RSSന്റെ പദ്ധതികളെ കോപ്പി ചെയ്ത് ആദ്യമായിട്ടാണോ? ഓർമ്മയുണ്ടോ വിദ്യാസമീക്ഷാ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ മാതൃക പഠിക്കാൻ കേരളത്തിലെ ചീഫ് സെക്രട്ടറിയെയും കേരളത്തിലെ സ്റ്റാഫ് സെക്രട്ടറിയെയും അങ്ങ് UP-യിലേക്ക് അയച്ചത് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? സോറി, ഗുജറാത്തിലേക്ക് അയച്ചത് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? കേരളത്തിൽ ഏറെ വിവാദമുണ്ടായതാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മാതൃക പോരെന്ന് പറഞ്ഞ് താങ്കൾ വിദ്യാസമീക്ഷാ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ പഠിക്കാൻ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയും ഉമേഷും കേരളത്തിലെ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ അറിയാതെ പോകുമെന്ന് അരുൺകുമാറെ നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഡാഷ്ബോർഡിനെ കുറിച്ച് പഠിക്കാൻ ഗുജറാത്തിലേക്ക് കേരളത്തിലെ ടീമിനെ നിങ്ങൾ അയച്ചിരുന്നോ? ഇതൊക്കെ ഇവിടെ വന്ന ആളുകളെ പറ്റിക്കാൻ അഭിലാഷ ഇവര് പറയും. ഒരു കാര്യം നിങ്ങൾ ഉറക്കെ പറയേണ്ടി വരും, സമ്മതിക്കേണ്ടി വരും. രാജ്യത്തെ ജനങ്ങൾ ഇത് ആഗ്രഹിക്കുന്നു. ഇനി അഭിലാഷോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒളിച്ചു കടത്തേണ്ട ആവശ്യമുണ്ടോ കേരളത്തിൽ? ഉണ്ടോ? കേരളത്തിലെ ജനങ്ങൾ കയ്യും നീട്ടി സ്വീകരിച്ചു തുടങ്ങിയില്ലേ? ഇനി അങ്ങനെ പുറങ്കാല് കൊണ്ട് നീട്ടാൻ താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തിന് എത്ര നിയമ പോരാട്ടം കേരളത്തിലെ ജനങ്ങളുടെ പണമെടുത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് അഭിലാഷ എത്ര പോരാട്ടം നടത്തി? എന്താ പോരാട്ടത്തിന്റെ പരിസമാപ്തി? അങ്ങനെ ഈ രാജ്യത്തെ ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും വിരുദ്ധമായും ഗവർണർമാരെയും അഴിഞ്ഞാടാൻ അതൊരു ന്യൂ നോർമലായി ഇപ്പോഴത്തെ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്നാണ് ആ ചോദ്യം വരുന്നത്. അതായത് താങ്കൾ പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ ഉണ്ടായി, അന്നേരം റെസിസ്റ്റൻസ് ഉണ്ടായി, നിയമ പോരാട്ടം ഉണ്ടായി, കായികമായി അവരെ തടയാൻ ശ്രമിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അവർ അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു. ഇപ്പോ 19 പേരെ നോമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സർവകലാശാലയുടെ ഭരണം പിടിക്കുന്നു എന്നുള്ളതൊന്നും ഒരു സർപ്രൈസ് ഉണ്ടാക്കുന്ന കാര്യമല്ലാതായോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. സർപ്രൈസ് അല്ല അഭിലാഷേ, ഇത് ഈ രാജ്യത്തിന് അനിവാര്യമായുള്ള വസ്തുതകളാണ്. അതിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ പറയുന്നവരെ എതിർക്കുമോ അഭിലാഷേ? ഇന്ത്യയെ ലോകത്തിലെ വൈബ്രന്റ് നോളജ് സിറ്റി ആക്കണം എന്നുള്ള കാഴ്ചപ്പാട് തെറ്റാണെന്ന് ഇവർക്ക് പറയാൻ സാധിക്കുമോ അഭിലാഷേ? ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിയേറ്റിവിറ്റിയും കൺസെപ്റ്റ് ക്ലിയറിങ്ങും ലൈഫ് സ്റ്റൈല് ബന്ധപ്പെട്ട പഠനവും തെറ്റാണെന്ന് പറയാൻ സാധിക്കുമോ? വിവിധ സാമൂഹ്യമായി അരക്ഷിതമായിരിക്കുന്ന സമൂഹത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് തുല്യത നേടണമെന്നുള്ള പദ്ധതി ഇവർക്ക് എതിർക്കാൻ സാധിക്കുമോ? രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സാങ്കേതികമായും ടെക്നിക്കലായും ക്രിയാത്മകമായും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന കാര്യത്തിൽ ആഗോള നിലവാരത്തിന്റെ കാര്യം പറയല്ലേ. വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോ നീറ്റ് പരീക്ഷ ഇത്തവണ കുളമായതിന്റെ പേരിൽ എത്ര കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്ത രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോ വ്യോമസേനയെ ഏൽപ്പിക്കാൻ പോവാണ് ചോദ്യപേപ്പറിന്റെ വിതരണം. ആ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഓർക്കണം. CBSEയുടെ പരീക്ഷയുടെ 12ാം ക്ലാസ്സിന്റെ ഇവാലുവേഷൻ കുളമായി. 17 ലക്ഷം കുട്ടികളാണ് മുകളിലേക്ക് നോക്കിയിരിക്കുന്നത്. ആത്മഹത്യ ചെയ്യണോ വേണ്ടയോ എന്നറിയാൻ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 12 കൊല്ലത്തിനിടെ നരേന്ദ്രമോദി സർക്കാരിന്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള ഏറ്റവും മോശം ഗവേണൻസ് എന്നുള്ള നിലയിലേക്ക് വിദ്യാഭ്യാസ രംഗം മാറി നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പുറത്തുപോ എന്ന് ഈ ചെറിയ നമ്മൾ ജെൻസിന്നോ ജെൻ ആൽഫ എന്നൊക്കെ വിളിക്കുന്ന കൊച്ചു കുട്ടികൾ പാറ്റാപ്പാട്ടിലേക്ക് ഉണ്ടാക്കി പറയുന്ന കാലത്താണ് നമ്മൾ വിദ്യാഭ്യാസം മഹോന്നതമാണ്, ഉത്തരോത്തരം പുരോഗമിക്കുകയാണെന്നൊക്കെ പറയുന്നത്. അല്ല അഭിലാഷ് ഒന്ന് തിളച്ചു പറഞ്ഞോട്ടെ. ഞാൻ കാത്തിരുന്നത് അഭിലാഷേ. ഇങ്ങനെ കുറേ കാലം അഭിലാഷേ നമ്മൾ മാതൃഭൂമിയുടെയും കേരളത്തിലെ ഫ്ലോറിൽ നിന്ന് ഒരുപാട് തിളച്ചു മറിഞ്ഞതല്ലേ. ഞാൻ ആ ചരിത്രമൊക്കെ നിങ്ങൾ ഓർമ്മിപ്പിക്കണോ? അങ്ങനെ തിളച്ചു മറിഞ്ഞ പാറ്റാ പാർട്ടി എന്തോ വിപ്ലവം സാധിക്കുന്നു, ഇതാ നരേന്ദ്രമോദിയെ മൂക്കിൽ വലിച്ചു എന്നൊക്കെ നമ്മൾ ഒരുപാട് ഈ ഫ്ലോറിൽ ഇരുന്ന് നിങ്ങൾ രാവിലെ വൈകുന്നേരം വരെ അലറി വിളിച്ചിട്ട് അതിന്റെ അവസ്ഥ എവിടെ എത്തി? അതൊക്കെ തേര് സ്വപ്നമല്ലേ. പകരം അഭിലാഷേ, ഉത്തര ഭാരതത്തിലേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കുന്ന താങ്കളോട് ഞാനൊരു ലഘുവായ ചോദ്യം ഉത്തരഭാരതമല്ല മൊത്തം ഇന്ത്യയിലാണ്. CBSE എല്ലായിടത്തും ഉള്ളതല്ലേ? നീറ്റ് പരീക്ഷ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളതാണ്. ഉത്തരഭാരതമല്ല മൊത്തം രാജ്യത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞത്. അല്ല അഭിലാഷേ, നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടൂല. ഒന്ന് ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചാൽ ഞാൻ അടുത്ത ഉത്തരം പറയാം. അഭിലാഷ്, ഏതായാലും ഇന്ത്യ രാജ്യത്തെ BJPയുടെ ഗവൺമെന്റിന്റെ നയങ്ങളെയും പരിപാടികളെയും അംഗീകരിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആളല്ല അഭിലാഷ് എന്ന് കേൾക്കുന്നവർക്കും നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ നിങ്ങൾ വിമർശിച്ചോളൂ, ഞാനത് അംഗീകരിക്കാം. പക്ഷെ താങ്കളോട് ചോദിക്കുന്നത്, താങ്കൾ അംഗീകരിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമല്ലേ ഈ കൊച്ചു കേരളം? അഭിലാഷ്, കേരളത്തിലെ സർവകലാശാല, അഭിലാഷ് ഈ കണക്കൊന്ന് ശ്രദ്ധിക്കണം. നമ്പർ 1 കേരളത്തിൽ
2,07,115 ഡിഗ്രി സീറ്റുകളുണ്ട് അഭിലാഷെ കേരളത്തിൽ, വിശ്വോത്തരമായ കേരളത്തിൽ. അങ്ങ് നീറ്റിനെയൊക്കെ എതിർക്കുന്ന ആധുനിക സർവകലാശാലകളിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരിയിൽ ഗവർണർമാർ ഇടപെടുന്നതിൻ്റെ മുമ്പ് അഭിലാഷിന് അറിയുമോ, 85,552 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. പഠിക്കാൻ ഒരു കുട്ടിയുമില്ല. 41%. ഞാൻ ഡേറ്റ വെച്ച് അറിയാം അഭിലാഷിനോട്. എന്താണ് 2.5 ലക്ഷം കുട്ടികൾ കേരളത്തിൽ നിന്ന് ഒളിച്ചോടി അങ്ങ് കർണാടകയിലും കഴിവുള്ളവൻ കാനഡയിലും അമേരിക്കയിലും ഒളിച്ചു പാർക്കുമ്പോൾ, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർത്ത് തരിപ്പണമാകുമ്പോൾ, അത് കോൺഗ്രസ് ഭരിച്ച കാലത്ത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവരുടെ ആളുകൾ പ്രതീക്ഷയോടെ നോക്കിയത് കേന്ദ്ര ഗവർണർമാരിലായിരുന്നു. വിയോജിപ്പൊക്കെ കാണിച്ചിട്ടുണ്ടാവാം. ശരി ശരി. യൂണിവേഴ്സിറ്റി സേവ് ഫോറങ്ങൾ അവർ പ്രതീക്ഷ അർപ്പിച്ചു പോയത് ഗവർണറിലായിരുന്നു. ആ ഗവർണർ നിങ്ങൾക്ക് ഇന്ന് വിമർശിച്ചാൽ മതി, അന്ന് നമ്മൾ വിമർശിച്ചു അഭിലാഷേ. പക്ഷെ അവസാനം ഉണ്ടായത് എന്താ? പരമോന്നത നീതിപീഠം വരെ ജനങ്ങളുടെ പണമെടുത്ത് പോരാടാൻ പോയി. അവസാനം കോടതി എന്താ ചെയ്തെടുത്തത്? അതുകൊണ്ട് ഞാൻ അഭിലാഷോട് പറയുന്നത്, ഇത് ജനങ്ങൾക്ക് അനിവാര്യമാണ്. പുറംവാതിലൂടെയാണോ തൃശ്ശൂർ MP വന്നത്? കേരളത്തിലെ നിങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 3 MLA മാർ ഒരുപക്ഷെ ആ യാഥാർത്ഥ്യവുമായി ഇനിയും ഇറങ്ങിച്ചേരാൻ നിങ്ങൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ടാവില്ല. ജനങ്ങൾ അത് ഗവർണർമാരെ കൊണ്ട് തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളോട് ഇഴുകിച്ചേരാൻ അല്ലെങ്കിൽ ആ റിസൾട്ടിനെ മനസ്സിലാക്കാൻ നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അത് ജനങ്ങൾക്ക് അവരുടെ സമ്മതിദാനാവകാശം ഉപയോഗിച്ച് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ലേ. അതുപോലെ തൃശ്ശൂർകാർ MP ആയിട്ട് സുരേഷ് ഗോപിയെയും തിരുവനന്തപുരത്തെ ജനങ്ങൾ നിങ്ങളുടെ MLA-മാരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെന്താ ഒരു മണ്ണിൽ അഭിലാഷേ അത്തരം ഒരു മാറ്റത്തിന്റെ പ്രേരണാ ഘടകമായത് ഇടതു മുന്നണിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ സർവകലാശാലകളിൽ കെട്ടിയിറക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ജനദ്രോഹപരമായ ശരി ശരി, അതൊക്കെ നിങ്ങൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം നടത്തൂ. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. എനിക്കിപ്പോ ഒരു ഇടവേള ഉണ്ട്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വീണ്ടും ജിൻഡോ ജോൺ. നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സർക്കാർ സമയമെടുത്ത് എന്താണ് അതിന്റെ പോംവഴി എന്ന് പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കും എന്ന്. കഴിഞ്ഞ സർക്കാർ ധാരണാപത്രം ഒപ്പുവെച്ചു, അത് പിന്നെ മരവിപ്പിച്ചതായി കത്ത് കൊടുത്തു. ആ മരവിപ്പിച്ചതായി കത്ത് കൊടുത്തതിന് ശേഷം SSA ഫണ്ട് റിലീസ് ചെയ്തിട്ടില്ല, ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ഇനി എന്ത് വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചന നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാവുമല്ലോ. മുന്നണിക്കൊരു തീരുമാനം ഉണ്ടാകും, കോൺഗ്രസ് പാർട്ടിക്കൊരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം ക്ലാരിറ്റി ഉള്ള തീരുമാനമാണെങ്കിൽ ആ തീരുമാനം പറയാം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും. PM ശ്രീയിൽ എന്ത് സമ്മർദ്ദമുണ്ടായാലും ഞങ്ങൾ ഒപ്പിടില്ല, NEP അംഗീകരിക്കില്ല. ഇത് ക്ലാരിറ്റി ഉള്ള നിലപാടാണ്. പ്രതിപക്ഷം ഇരുന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്. നടപടിക്രമങ്ങൾ നടന്നോട്ടെ, അതിന്റെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോട്ടെ. പക്ഷെ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഇതാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും പിന്നോട്ട് വലിക്കുന്ന കാര്യം എന്താണ്? എന്താണ് ആ ഘടകം? തീർച്ചയായിട്ടും അഭിലാഷ, താങ്കൾ നേരത്തെ എൻ്റെ ഭാഗത്ത് അവസാനിപ്പിച്ചു പോയപ്പോൾ പറഞ്ഞ പോലെ കഴിഞ്ഞ സർക്കാരിനെ റിപ്പീറ്റ് ചെയ്യാനല്ല, റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, അല്ലാത്തതിനൊക്കെ റിവേഴ്സ് ചെയ്യണം. അത് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഞങ്ങൾ ഒരു തരത്തിലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കോൺഗ്രസ് ആശയപരമായോ സംഘടനാപരമായോ അനുകൂലിക്കുന്നില്ല. കേരളത്തിലെ UDF സർക്കാർ അത് നടപ്പാക്കാനും പോകുന്നില്ല. PM ശ്രീയിൽ ഒപ്പിട്ടത് മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ കാലത്താണ്. ഒപ്പിട്ടതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം ലേഖനം എഴുതിയതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ? PM ശ്രീയെക്കുറിച്ച് മുൻപുണ്ടായിരുന്ന അഭിപ്രായം മാറി, ഇപ്പോൾ നല്ല അഭിപ്രായമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾക്ക് ഇപ്പോഴും അപ്പോഴും PM ശ്രീയെക്കുറിച്ചിട്ട് അത്ര നല്ല അഭിപ്രായമല്ല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി ഇത് ശരിയായിരുന്നു എന്നാണ് അവർ അന്ന് പറഞ്ഞത്. ശരിയായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് 3 വർഷക്കാലം അവർ വെച്ച് താമസിപ്പിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു പണം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. ഇപ്പോൾ അരുൺകുമാർ തന്നെ പറഞ്ഞത് എന്താ? കേന്ദ്ര സർക്കാരിൽ നിന്ന് SSAയുടെ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായ നിലപാടിൻ്റെ പേരിലാണ് ഒപ്പിട്ടത്. തന്ത്രപരമായ നിലപാടിൻ്റെ പേരിൽ സംഘപരിവാർ നയം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതിയിൽ ഒപ്പിട്ട് കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ നിലപാട് എന്താണെന്ന്. ഞങ്ങളുടെ നിലപാട്, നിങ്ങൾ ഒപ്പിട്ട പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ഇനി എന്തൊക്കെ ചെയ്യണം, മുന്നോട്ട് പോകേണ്ടി വന്നാൽ അതെങ്ങനെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ കാവ്യവൽക്കരണത്തെ അവഗണിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ പിന്മാറാൻ പറ്റുമെന്ന് പരിശോധിക്കാനുള്ള അധിക ബാധ്യത കൂടി നിങ്ങൾ ഞങ്ങൾക്ക് തന്നേക്കുകയാണ്. നിങ്ങൾ അന്ന് തന്ത്രപരമായി പണം കിട്ടാൻ വേണ്ടിയിട്ട് സംഘപരിവാർ താല്പര്യങ്ങൾക്ക് ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഞങ്ങളോട് ചോദിക്കാം നിങ്ങളുടെ നിലപാട് എന്താണെന്ന്. ഇനി കേരളത്തിൻ്റെ മഞ്ഞക്കുറ്റി പറിച്ചു കളഞ്ഞത് അരുൺകുമാർ നല്ല വിഷമം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ കേരളത്തിലെ മനുഷ്യർ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്തു കൊടുത്തു. ഇനി താങ്കൾ ഇവിടെ കുറേ കാര്യം പറഞ്ഞില്ല. താങ്കൾ പറഞ്ഞ എല്ലാ ആക്ഷേപത്തിനും എനിക്ക് മറുപടി ഉണ്ട്. പെട്രോളിയത്തിൻ്റെ അധിക നികുതി കുറച്ചു കൊടുക്കും എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് അത് കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ ഭരിക്കുന്ന കാലത്ത് നിങ്ങൾ ആ ആവശ്യം ഉന്നയിക്കുന്നു. ഞങ്ങൾ അന്ന് പറഞ്ഞ ആവശ്യം ശരിയായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. ഇനി അത് കുറയ്ക്കുന്നതാണ് തർക്കം.
അത് കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ് വ്യക്തിപരമായിട്ടും എൻ്റെ അഭിപ്രായം, പെട്രോളും CNG ഒക്കെ അടിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്. പക്ഷേ 22 ദിവസം മാത്രമായിട്ടുള്ള ഒരു സർക്കാരിന് കേരളത്തിന്റെ ധനകാര്യ സ്ഥിതി പരിശോധിച്ചുകൊണ്ട് എങ്ങനെയാണ് സാഹചര്യം എന്ന് നോക്കിയിട്ട് വേണം അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. 10 വർഷക്കാലം ധനകാര്യ വകുപ്പ് കയ്യിലിരുന്ന നിങ്ങൾ എന്തുകൊണ്ട് കുറയ്ക്കാതിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കാതിരുന്നത് കൊണ്ടാണോ? ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട ധവളപത്രം പുറത്തിറക്കി സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി ഇനി കുറയ്ക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിൽ കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അതിനെക്കുറിച്ചിട്ടും ആലോചിക്കണം, പഠിക്കണം, ചെയ്യേണ്ടതുണ്ട്. ഇനി PSC റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളുടെ കാലാവധി നീട്ടിക്കൊടുത്തു. എന്നിട്ട് എന്താ ചെയ്തത്? അതിൽ ചില നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് വീണ്ടും അത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും അടുത്ത കാര്യം തീരുമാനിച്ചു. SIമാരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി ആഭ്യന്തര വകുപ്പ് മന്ത്രി നേരിട്ടിടപെട്ട് 42 SIമാരെ നിയമനത്തിനുള്ള ശുപാർശ കൊടുത്തില്ലേ? തീരുമാനിച്ചില്ലേ? നിങ്ങൾ ചെയ്തോ? ഇനി മോഡി പിടിപ്പിക്കലിന്റെ കാര്യം താങ്കൾ പറഞ്ഞു. മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിന്റെ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. നിങ്ങൾ മോഡി പിടിപ്പിച്ച പോലെയാണോ എന്നുകൂടി പരിശോധിക്കണം കേട്ടോ. ആ 45 ലക്ഷത്തിന്റെ തൊഴുത്തും 45 ലക്ഷത്തിന്റെ നീന്തൽക്കുളവും 25 ലക്ഷത്തിന്റെ ലിഫ്റ്റും ഒക്കെ മോഡി പിടിപ്പിച്ചോ എന്നും കൂടി ഒന്ന് പരിശോധിക്കണം. ഇനി പിണറായി വിജയൻ എന്താണ് കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറാത്തത്? അതും മോഡി പിടിപ്പിക്കൽ നടക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ഷേപമില്ല. പണ്ടത്തെ മോഡി പിടിപ്പിക്കലല്ല ഇപ്പൊ നടക്കുന്നത്. ഇനി അതിനേക്കാൾ വലിയ മോഡി പിടിപ്പിക്കൽ വന്നാൽ അന്ന് പറഞ്ഞ അതേ ആക്ഷേപം ഇപ്പോഴും പറയും. ഇനി പിണറായി വിജയൻ വാങ്ങിയ ഹെലികോപ്റ്റർ പോലീസിന്റെ ഹെലികോപ്റ്ററായി ഉപയോഗിക്കുന്നതിൽ എന്താ തർക്കമുള്ളത് നിങ്ങൾക്ക്? അന്ന് പിണറായി വിജയൻ ഒറ്റയ്ക്ക് നടന്നു. ഇന്നത് പോലീസിന്റെയും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തീരുമാനിക്കുന്നത് നയപരമായ ശരിയായ തീരുമാനമല്ലേ? ആ ഹെലികോപ്റ്റർ പിണറായി വിജയൻ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണോ ഉപയോഗിച്ചിട്ടുള്ളത്? നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷത്തെയോ ആ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത് മുതലോ ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈവൻ ഈ അവയവ ട്രാൻസ്പോർട്ടേഷൻ അടക്കം. തീർച്ചയായിട്ടും അഭിലാഷേ, അത്തരം കാര്യങ്ങളിലും ചില സാഹചര്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഹെലികോപ്റ്റർ എടുത്തതിന്റെ അതിന്റെ വാടക, അതിന്റെ മറ്റേ മന്ത്ലി വാടക കൊടുക്കുന്നത്, അതിന്റെ മറ്റ് ട്രാൻസാക്ഷനൊക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വലിയ സംശയങ്ങളും നിലനിന്നിരുന്നു. അങ്ങനെയല്ല, ഇക്കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായ ഒരു സുതാര്യതയോടെയാണ് അത് നടപ്പാക്കുന്നത്. ഒരേ കാര്യം 2 കൂട്ടർ നടപ്പാക്കുന്നത് 2 വ്യത്യസ്ത രീതിയിലാണ്. ഒന്ന് സുതാര്യമായിട്ട്, മറ്റൊന്ന് വളരെ ഗോപ്യമായിട്ട്. ഇനി വികസനം, നല്ല കാര്യങ്ങൾ പറഞ്ഞു തീർക്കട്ടെ അഭിലാഷേ. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി അത് തുടരും. മോശപ്പെട്ട കാര്യങ്ങളും കൊള്ളയും ഉണ്ടെങ്കിൽ അത് തടഞ്ഞു വയ്ക്കും, പിടിക്കും. അക്കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകും. ഇനി കോവിഡ് നിപ്പയും ഇപ്പോൾ നിങ്ങൾ പറയുന്ന കെ മുരളീധരൻ പിടിച്ചു കെട്ടിയില്ലെന്നാ. നിങ്ങൾ KK ശൈലജയും മറ്റേ വീണ ജോർജും പിടിച്ചു കെട്ടിയ കോവിഡ് നിപ്പയും ഇനി ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വൈറോളജി ലാഭം കൊണ്ടുവന്നാണ് നിങ്ങൾ പറഞ്ഞ്. അതൊക്കെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ നിപ്പയും കോവിഡ് ഇപ്പോൾ വരുന്നത്? അപ്പൊ അന്ന് നിങ്ങൾ പിടിച്ചു കെട്ടിയില്ല. ഇത് ഇപ്പോഴും ഈ സമൂഹത്തിലുണ്ട്. എന്നല്ല അരുൺകുമാർ പറഞ്ഞത്. 2021 ഈ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോ എരണംകെട്ട ഭരണമായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരുന്നത്. കരുണാകരനും ആന്റണിയും ഒന്നും ഭരിച്ചപ്പോ ഇവിടെ എന്താ വവ്വാലുണ്ടായിരുന്നില്ലേ? എന്താ അന്ന് ആ അസുഖമൊന്നും വരാത്തത് എന്ന് പറഞ്ഞിടത്താണ് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് ഇത് നേരിടേണ്ടി വരുന്നത്. സ്വാഭാവികമാണ്. കോൺഗ്രസ് ഭരിച്ചാലും LDF ഭരിച്ചാലും നാളെ ഇനി BJP ഭരിച്ചാലും ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നേക്കാം. അതിനെ നിയന്ത്രിക്കേണ്ടി വരും, ഇടപെടേണ്ടി വരും. പക്ഷേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ വാചകം താങ്കളോട് ചോദിച്ചു തുടങ്ങിയത്. നിങ്ങൾ അളന്ന അളവ് കൊണ്ട് നിങ്ങൾ അളക്കപ്പെടുമെന്നുള്ളതാണ്. അന്ന് പറഞ്ഞ കാര്യം ഇന്നിപ്പോ ആരോഗ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് ഞാൻ വേറെ കസേരയിലല്ല ഇരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. എന്ന് മാത്രമല്ല ശ്രീ ജിൻഡോ, ഈ പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രോഗം സ്ഥിരീകരിച്ച കാര്യം ഇന്ന് വൈകുന്നേരം പോലും ആരോഗ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് ഉദ്യോഗസ്ഥരൊക്കെ അറിഞ്ഞു. അപ്പോ മുൻ ആരോഗ്യമന്ത്രിമാരോട് ചോദിച്ച ചോദ്യങ്ങൾ അതിനേക്കാൾ ശക്തിയായിട്ട് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയോട് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യമുള്ളത്. തീർച്ചയായിട്ടും അത് ചോദിക്കണം. ആരോഗ്യമന്ത്രി അതിന് ഉത്തരം പറയും. ഞാൻ പറയുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയമായിട്ട് ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷെ അന്ന് വന്ന നിപ്പയാണല്ലോ ഇപ്പോഴും വരുന്നത്. കെ മുരളീധരൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പോക്കറ്റിലിട്ട് കൊണ്ടുവന്ന നിപ്പയൊന്നുമല്ലല്ലോ. അന്ന് പിടിച്ചു കെട്ടിയെന്ന് അവകാശപ്പെട്ട് PR വാർത്ത കൊടുത്ത് പ്രചരണം നടത്തി തുടർഭരണത്തിന് വേണ്ടി ശ്രമിച്ച ആളുകൾ അന്ന് പിടിച്ചു കെട്ടി നിപ്പ പിന്നെ ഒളിച്ചിരുന്നിട്ട് കെ മുരളീധരൻ വന്നപ്പോൾ പുറത്തിയാടിയതാണോ? അങ്ങനെയല്ലല്ലോ. അപ്പൊ യാഥാർത്ഥ്യം എന്താണ്? നിപ്പയെയും കോവിഡിനെയും ഒന്നും പിടിച്ചു കെട്ടിയില്ല, ചുമ്മാ തള്ളിയേ ഉള്ളൂ. അത് ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇനി ആനയുടെ കാര്യം, 22 ദിവസമായ നമ്മൾക്ക് ഈ കേരളത്തിലെ എല്ലാ ഫോറസ്റ്റ് ഏരിയയിലും പോയി കിടങ്ങുണ്ടാക്കാൻ പറ്റില്ലല്ലോ. വനം വന്യജീവി പ്രശ്നം അഡ്രസ് ചെയ്യാൻ വെച്ചതിന്റെ 45% മാത്രം ചെലവഴിച്ച ഒരു സർക്കാരിന്റെ പ്രതിനിധി വന്നിരുന്ന് പറയാ 22 ദിവസമായിപ്പോ ആന ചവിട്ടിക്കൊന്നില്ലെന്ന്. ആന ചവിട്ടിക്കൊന്ന മനുഷ്യർക്ക് മനുഷ്യ സഹജവും സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നതുമായിട്ടുള്ള നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവരെ കരുതലോടെ സ്വീകരിക്കുന്നു, നഷ്ടപരിഹാരം കൊടുക്കുന്നു. അതിന് പകരം മറ്റേ ഫാഷൻ ഷോയിൽ പോയി ഡാൻസ് കളിക്കുകയും പാട്ടുപാടുകയല്ല ചെയ്തത്. പകരം ഇനി അടിയന്തരമായിട്ട് ബജറ്റിൽ ഉൾപ്പെടുത്തി ബാക്കി പദ്ധതികളുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഒരു കാര്യം കൂടി പറയട്ടെ അഭിലാഷേ, ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന
BJP-കാരോട് ചാണകവും ഗോമൂത്രവും കഴിച്ചാൽ സകല രോഗങ്ങൾക്കുമുള്ള ശാന്തി കിട്ടുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഈ റഡാറിന്റെ മറ്റേ മഴമേഘങ്ങളുള്ളപ്പോൾ റഡാറിന്റെ മറ്റേ കിരണങ്ങൾ വരില്ലെന്നും അതിന്റെ റേഡിയേഷൻ വരില്ലെന്നൊക്കെ പറഞ്ഞ് താന്നു പറക്കാൻ പറഞ്ഞ പ്രധാനമന്ത്രിയുള്ള കാലത്തും മറ്റേ വിമാനം പുഷ്പക വിമാനമാണ് ആദ്യത്തെ വിമാനം എന്ന് പറഞ്ഞ ആളുകളും അതുപോലെ ഹനുമാനാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന് പറഞ്ഞ BJP-യുടെ കേന്ദ്രമന്ത്രിയൊക്കെ ഉള്ള ആളുകളാണ് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ NEP കൊണ്ടുവരുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ നേതാക്കന്മാർക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നിങ്ങൾ നാട്ടിലെ കേരളത്തിലെ പാവപ്പെട്ടവരോട് പറയുമ്പോൾ കേരളത്തില് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളത് കേരളത്തിൽ തന്നെയാണ്. അക്കാര്യത്തിൽ നിങ്ങൾ തർക്കത്തിനൊന്നും വരേണ്ട കാര്യമില്ല. ശരി, ഓക്കെ. ശ്രീ അരുൺകുമാർ, ഇവിടെ ഇപ്പോൾ നമ്മൾ എല്ലാ വിഷയങ്ങളിലേക്കൊക്കെ സ്പർശിച്ചു പോയി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ പറഞ്ഞതിന് മറുപടി ആയിട്ടാണ് ഒരുപക്ഷെ താങ്കൾക്കും പറയാനുണ്ടാവും. നമ്മുടെ സെൻട്രൽ വിഷയം വിദ്യാഭ്യാസമാണ്. ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ 19 പേരെ MG സെനറ്റിലേക്ക് നിയോഗിച്ച കാര്യം ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നതാണോ? ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോഴും പിന്നീട് രാജേന്ദ്ര ആർലേക്കർ വന്നപ്പോഴും വിവിധ സെനറ്റുകളിലേക്ക് ഇതുപോലെ നിയമനം നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സെനറ്റിലേക്ക് ABVP നേതാക്കളടക്കം നിയോഗിക്കപ്പെട്ട സമയത്ത് അതിനെതിരെ പ്രൊട്ടസ്റ്റ് വന്നു. എന്തിന് കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ഇതുപോലെ സംഘപരിവാർ നോമിനികളെ നിയോഗിച്ച സമയത്ത് SFI ആദ്യത്തെ സെനറ്റ് യോഗം തടഞ്ഞു. ഈ സംഘപരിവാർ നോമിനികളെ സർവകലാശാലയ്ക്ക് അകത്തേക്ക് കടത്തില്ല, ഞങ്ങൾ സംഘപരിവാറിനെ തടയുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സെനറ്റ് യോഗം ഉപരോധിച്ചു തടഞ്ഞു. ഒരു തവണ തടഞ്ഞു, പിന്നെ അടുത്ത സെനറ്റ് യോഗം മുതൽ ഇവരെല്ലാം പങ്കെടുത്തു. അന്ന് സെനറ്റിലേക്ക് വന്ന ആളുകൾ സിൻഡിക്കേറ്റിന്റെ ഭാഗമായി. ഈ പറഞ്ഞ ആളുകളൊക്കെ സർവകലാശാലകളിൽ ഉണ്ട്, കുറെ കാലമായിട്ടുണ്ട്, സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ. അപ്പൊ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു ഗവർണർ ആദ്യത്തെ UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ എന്നാ പിന്നെ കുറച്ചുപേരെ സെനറ്റിലും സിൻഡിക്കേറ്റിലും നിയോഗിച്ചേക്കാന്ന് പറഞ്ഞതല്ലോ. അഭിലാഷേ, ഈ ചർച്ച തുടക്കം ഞാൻ 2 കാര്യങ്ങൾ പ്രധാനമായും സൂചിപ്പിച്ചു. ഇവിടെ സർവകലാശാലകളുടെ കാവ്യവൽക്കരണം കൃത്യമായി RSS അജണ്ടയാണ്. ഒരു താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിക്കുന്നത് ഒന്നെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെ, അല്ലെങ്കിൽ പെർമനന്റ് VC വരുന്നത് വരെ, സ്ഥിര നിയമനം കിട്ടി VC വരുന്നത് വരെ. ഇവിടെ MG യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു താൽക്കാലിക VC-യെ നിയമിച്ചു. ആ VC-ക്ക് 60 വയസ്സായി സാധാരണ മറ്റേ അധ്യാപക വൃത്തിയിൽ നിന്ന് റിട്ടയർ ആവുന്ന പ്രായമാണ് 60. ആ 60 വയസ്സായത് മെയ് 31-നാണ്. പക്ഷേ VC-യുടെ നിയമനം ഒന്നെങ്കിൽ പെർമനന്റ് VC വരുന്നത് വരെ, അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. ഇനി 5 കൊല്ലം കൂടി അദ്ദേഹത്തിന് തുടരാം, അല്ലെങ്കിൽ പെർമനന്റ് VC വരണം. ഈ വിഷയത്തിൽ ഇവിടെ രാജ്ഭവൻ ഏകപക്ഷികമായി, ഈ വൈസ് ചാൻസലർ ഏകപക്ഷികമായി അദ്ദേഹത്തെ മാറ്റി ഒരു RSS നേതാവിനെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു. ഒരു വാക്ക് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞോ? ഒരു വാക്ക് ഈ സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞോ എന്നതാണ് എന്റെ ചോദ്യം. ഇത്രയൊക്കെ പ്രസംഗം കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി ഇവിടെ വന്ന് പറയുമ്പോൾ എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞോ? രണ്ടാമത്തെ കാര്യം, 19 അങ്ങ് ചോദിച്ചല്ലോ, പലരെയും തിരികെ കയറ്റിയിട്ടുണ്ട്. പക്ഷെ 30-ൽ 19 പേരെയും ഏകപക്ഷികമായി RSS തിരികെ കയറ്റുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരക്ഷരം പറഞ്ഞോ? ഇല്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞോ? ഇല്ല. പണ്ട് എങ്ങനെയായിരുന്നു ഇത്തരത്തിൽ തിരികെ കയറ്റുമ്പോൾ? താങ്കൾ പറഞ്ഞല്ലോ SFI ആദ്യ ദിവസം തടഞ്ഞു, രണ്ടാമത്തെ ദിവസം തടഞ്ഞു, കേസായി, എത്രയോ നിയമ പോരാട്ടം നടത്തി. സുപ്രീം കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയി. ഈ ഗവർണറുടെ ചാൻസലറുടെ തെറ്റായ നടപടിക്കെതിരെ നിരവധി നിയമ പോരാട്ടം നടത്തി. ഒരു തവണ മാത്രമാണ് ഗവർണർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്, ഒരു തവണ. ബാക്കി എല്ലാ തവണയും ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതിയിലും ജയിച്ചത് LDF സർക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരക്ഷരം UDF-ന്റെ നേതാക്കന്മാർ മിണ്ടിയില്ല, കോൺഗ്രസിന്റെ പ്രതിനിധിയും മിണ്ടുന്നില്ല. എന്നിട്ട് CPM-നെ ആക്രമിക്കുക, അതുപോലെ നിരന്തരമായി ആക്രമിക്കുക. അങ്ങൊരു ചോദ്യം ചോദിച്ചു, PM ശ്രീയിൽ കോൺഗ്രസ് ഒപ്പിടുമോ? UDF ഒപ്പിടുമോ? അവിടെ രാജസ്ഥാൻ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഒപ്പിട്ടു, അതുപോലെ തന്നെ തെലങ്കാന ഒപ്പിട്ടു, കർണാടക ഒപ്പിട്ടു, ഹിമാചൽ പ്രദേശ് ഒപ്പിട്ടു. കേരളത്തിൽ ഒപ്പിടുമോ എന്ന് താങ്കൾ സ്പെസിഫിക് ആയിട്ട് ചോദ്യം ചോദിച്ചു. കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞോ? എന്താ അദ്ദേഹം പറഞ്ഞേ? മുന്നോട്ട് പോകേണ്ടി വന്നാൽ ഞങ്ങൾ ആലോചിക്കും. ചോദ്യം നിങ്ങൾ ഒപ്പിടുമോ എന്നതാണ്. അന്തസ്സായി മറുപടി പറ. ഞങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒപ്പിട്ടു, ഞങ്ങൾ തന്നെ മരവിപ്പിച്ചു എന്നതുകൊണ്ട് SSI ഫണ്ട് ഞങ്ങൾക്ക് തന്നില്ല. പക്ഷെ നിങ്ങളുടെ സർക്കാർ വന്നതിന്റെ പിറ്റേ ദിവസം ആ തടഞ്ഞു വെച്ച SSI ഫണ്ട് മുഴുവൻ നിങ്ങൾക്ക് റിലീസ് ചെയ്തു തന്നു. അതിന്റെ ഡീൽ എന്താ? അതിന്റെ ധാരണ എന്താ? പിന്നെ പെൻഷൻ പ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ലെന്ന് ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ നിരവധി വിധിന്യായമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാത്തത്. അന്ന് വിവിധ രൂപത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തിയപ്പോൾ നിങ്ങൾ ആളിക്കത്തിച്ചു. സാധാരണക്കാരെ കബളിപ്പിക്കാൻ, കൃത്യമായി ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കാൻ, അവരുടെ വോട്ട് കിട്ടാൻ നിങ്ങൾ പല നമ്പർ ഇറക്കി. എന്നിട്ട് മന്ത്രിസഭ വന്നതിന്റെ പിറ്റേ ദിവസം റാങ്ക് ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. രണ്ടാം ദിവസം നിയമപരമായ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പിൻവലിച്ചു. ഇത് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത്?
റാങ്ക് ലിസ്റ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്താൽ ആ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടതിന്റെ ഭാഗമായി പുതിയ നിരവധി കുട്ടികൾ പരീക്ഷയ്ക്ക് കാത്തിരിക്കുന്ന PSCക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെ അത് ബാധിക്കും. എന്നിട്ട് നിങ്ങൾ എന്താ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞത്? പെൻഷൻ പ്രായം 56-ൽ നിന്ന് 60 ആക്കണം, ഉയർത്തണം. അതായത് ജോലി പ്രതീക്ഷിച്ച് ഒരു തൊഴിൽ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കാത്തു നിൽക്കുന്ന PSC റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ഒടുക്കത്തെ പൂട്ടുന്ന തീരുമാനമല്ലേ നിങ്ങളുടെ നയപ്രഖ്യാപനത്തിൽ വന്നത്? പെൻഷൻ പ്രായം 60 ആക്കുമെന്ന്. അതായത് വരുന്ന 4-5 കൊല്ലത്തേക്ക് ഒരൊറ്റ നിയമനം നടത്താൻ പറ്റുമോ പെൻഷൻ പ്രായം ഉയർത്തിയാൽ? അപ്പൊ നിങ്ങൾ പറഞ്ഞതെന്ത്, നിങ്ങൾ പ്രവർത്തിച്ചതെന്ത്? എന്നിട്ട് ഇപ്പൊ പറയാ പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞ് ആക്രമിക്കുക. നിങ്ങൾക്കറിയോ ആ പ്രളയ സമയത്ത് പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുമ്പോൾ വലതുവശത്തിരുന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാ. അതിനുശേഷം പ്രധാനപ്പെട്ട ഘട്ടം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂട്ടിയിരുത്തിപ്പോയി. എത്രയോ അവയവം, ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിക്കും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർക്കും ഒക്കെ കൊണ്ടുപോയത് നമ്മുടെ മുന്നിലുണ്ട്. കുട്ടികളുടെ അടക്കം ഹൃദയത്തുടിപ്പ് നിലനിർത്താൻ എത്ര തവണയാ ഹെലികോപ്റ്റർ ഉപയോഗിച്ച്? അന്നൊക്കെ പിണറായിയുടെ ഹെലികോപ്റ്ററാ, ഇപ്പൊ പറയുന്നു പോലീസിന്റെ ഹെലികോപ്റ്റർ. എന്നിട്ട് ഇപ്പൊ പറയുന്നു ഞങ്ങൾ സുതാര്യമാക്കും. ഇതൊക്കെ ടെൻഡർ വിളിച്ച് പൊതുസമ്മത കരാറുണ്ടാക്കി കരാറിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന കാര്യമാ. അതുപോലെ തന്നെ നിപ എന്താ പറഞ്ഞേ ആരോഗ്യമന്ത്രി? എരണം കെട്ടവൻ കേരളം ഭരിക്കുമ്പോ ഇതിലും വലുത് വരും. കെ കരുണാകരൻ ഭരിച്ചു വന്നോ, AK ആന്റണി ഭരിച്ചു നിപ വന്നോ, ഉമ്മൻചാണ്ടി ഭരിച്ചു നിപ വന്നോ? ഇവിടെ പകർച്ചവ്യാധി വരുന്നതും ഇത്തരത്തിൽ രോഗം വരുന്നതും ഭരണാധികാരിയെ നോക്കിയിട്ടല്ല. വന്ന സാഹചര്യമുണ്ട്, അതിനെ ശക്തമായി നേരിടാൻ കഴിയുമോ ഗവൺമെന്റിന് എന്നതാണ്. ഇപ്പൊ പറഞ്ഞല്ലോ എരണം കെട്ടവൻ, ആ പ്രയോഗം നടത്തിയ ആള് തന്നെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി. ഞങ്ങൾ പറഞ്ഞോ അത്തരത്തിൽ പ്രയോഗം? ഞങ്ങൾ പറഞ്ഞത് ഏത് രോഗം വന്നാലും ഒറ്റക്കെട്ടായിട്ട് നേരിടാൻ നമുക്ക് കഴിയണം എന്ന രൂപത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റു പല പ്രയോഗങ്ങളും അദ്ദേഹം നടത്തിയല്ലോ, ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് തിരുത്തി പറയേണ്ട, ഓടി ഒളിക്കേണ്ട സാഹചര്യം വരുന്നു. ഒന്നോടെ ഞാൻ ചോദിക്കുന്നു, PM ശ്രീയിൽ നിങ്ങൾ ഒപ്പിടുമോ ഇല്ലയോ? ധൈര്യമായി പറയൂ, നിങ്ങൾ ഒപ്പിടുമോ ഇല്ലയോ? അതേപോലെ തന്നെ ഇവിടെ MG യൂണിവേഴ്സിറ്റിയിലെ VC നിയമനം നിങ്ങൾ തള്ളി പറഞ്ഞോ, നിങ്ങൾ തള്ളി പറയുമോ? 65 വയസ്സ് വരെ കാലാവധി ഉള്ളപ്പോ എന്തിന് മുൻ താൽക്കാലിക VCയെ മാറ്റി? 19 പേരെ സെനറ്റിലേക്ക് ഏകപക്ഷീയമായി ചാൻസലർ നോമിനേറ്റ് ചെയ്യുന്നതിനെ നിങ്ങൾ എതിർത്തിട്ടുണ്ടോ? ഒരു പ്രസ്താവനയെങ്കിലും ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പുറത്തുവിട്ടിട്ടുണ്ടോ എന്ന് വീണ്ടും ഞാൻ ചോദിക്കുന്നു. താങ്കൾ ധൈര്യമായിട്ട് ഉത്തരം പറ. ശരി, ഞാൻ ആ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിക്കാം. BJP പ്രതിനിധിയോടും ചോദ്യങ്ങളുണ്ടല്ലോ. ശ്രീ TP ജയചന്ദ്രൻ, ഇത് ഓരോ വർഷം കഴിയും തോറും അതല്ലെങ്കിൽ ഓരോ ഘട്ടം കഴിയും തോറും കൂടുതൽ രൂക്ഷമാവുകയാണ്. മുൻ സർക്കാരിന്റെ കാലത്ത് ലോക് ഭവനുമായി നിരന്തരമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി, നിയമ പോരാട്ടങ്ങൾ ഉണ്ടായി, സുപ്രീം കോടതി വരെ കേസ് നടത്തി, ഇടയ്ക്ക് ഒത്തുതീർപ്പുകൾ ഉണ്ടായി. അങ്ങനെ നേരത്തെ ഇവിടെ ജിൻഡോ സൂചിപ്പിച്ചതുപോലെ ഒരു VC ഞങ്ങൾക്കെങ്കിൽ ഒരു VC അങ്ങേക്ക് എന്ന നിലയിൽ, അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അല്ല മറിച്ച് ഡിജിറ്റൽ സർവകലാശാലയുടെയും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെയും VCമാരെ തീരുമാനിക്കുമ്പോൾ സർക്കാർ താല്പര്യത്തിൽ ഒരു VC, ഗവർണർ താല്പര്യത്തിൽ ഒരു VC എന്നുള്ള നിലയിൽ പങ്കുവെക്കുന്നത് പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിലയ്ക്ക് ഇപ്പോൾ താങ്കൾ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ വലിയ ബേജാറൊക്കെ പറഞ്ഞു, സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്, കുട്ടികൾ നാടുവിടുകയാണെന്നൊക്കെ. ഈ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് മാത്രം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉപയോഗിക്കുന്നത് ലോക് ഭവൻ കൂടിയാണ്, മാറി മാറി വരുന്ന ഗവർണർമാർ കൂടിയാണ്. അതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നോ രാജേന്ദ്ര ആർലേക്കർ എന്നോ ഉള്ള വ്യത്യാസമില്ല. പരമാവധി ആശയ അടിത്തറ ഞങ്ങളുടേതായ ആളുകൾ അവിടെ വരട്ടെ, അതിനുശേഷം പിന്നെ നിയമ പോരാട്ടം, ചക്കളത്തി പോരാട്ടം, ട്രൂസ്, ഇങ്ങനെ പല കാര്യങ്ങളും നടക്കാണ്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഇനി അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കാണോ? അഭിലാഷിനെ പോലുള്ള ചെറുപ്പക്കാർ ജീവിതത്തിൻ്റെ നല്ല നാളുകൾ മുഴുവൻ പോരാടിയത് ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന വിപ്ലവത്തിനും മാറ്റത്തിനൊക്കെ വേണ്ടിയല്ലേ? ലോക ചരിത്രത്തോളം പഴക്കമുള്ളതല്ലേ ഈ പോരാട്ടങ്ങളും എതിരഭിപ്രായങ്ങളും സംഘർഷങ്ങളും വിയോജിപ്പുകളും ഒക്കെ? അതിൻ്റെ ആത്യന്തികമായ വിജയമുള്ളത് അർഹതപ്പെട്ടതിൻ്റെ അതിജീവനമല്ലേ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് താങ്കളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സംഘപരിവാർ നോമിനി എന്ന്. ഞാൻ അഭിലാഷോട് ചോദിക്കുന്നു, എന്താണ് അഭിലാഷ ഈ സംഘപരിവാർ നോമിനി എന്ന് പറഞ്ഞാൽ? അങ്ങനെ സംഘപരിവാർ നോമിനി യോഗ്യതയുള്ള ഒരാൾക്ക് ഇന്ത്യ രാജ്യത്ത് ഞാൻ പറഞ്ഞോട്ടെ അഭിലാഷ്, നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് വെക്കല്ല. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഈ സംഘപരിവാർ എന്ന് പറയുന്നവർക്ക് ഇന്ത്യ രാജ്യത്ത് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ വഹിക്കുന്നതിന് എന്തെങ്കിലും വിലക്ക് ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ടോ അഭിലാഷേ? അങ്ങനെ രാഷ്ട്രീയമായിട്ട് അഭിലാഷമില്ലാത്ത ബന്ധങ്ങളില്ലാത്ത എത്രയാള് അങ്ങനെ കേരളത്തിൽ താങ്കൾ ഈ പറയുന്ന മാതിരി വന്നിട്ട്, അപ്പൊ നിങ്ങളെപ്പോലുള്ളവർക്ക് അഭിലഷണീയമാണെങ്കിൽ അത് ശരിയാണെന്നും അല്ല, അങ്ങനെ അല്ല, ഞാനത് വിശദീകരിക്കാം. ഞാനൊന്ന് വിശദീകരിക്കാം. നിങ്ങൾ പറഞ്ഞതിന്റെ എന്റെ വിശദീകരണം കേട്ടിട്ട് നിങ്ങളൊന്ന് പറയൂ. ഇന്ത്യ രാജ്യത്തിന്റെ ഗവർണർമാർ, രാഷ്ട്രപതിമാർ, പ്രധാനമന്ത്രിമാർ, 1300-ലധികം MLA-മാർ, ഏറ്റവും കൂടുതൽ MP-മാർ, ഇവരൊക്കെ ഈ രാജ്യത്തെ സംഘപരിവാർ നോമിനിയാണ് അഭിലാഷേ.
അവർക്ക് ഇന്ത്യ രാജ്യത്തെ പദവികൾ വഹിക്കുന്നതിന് അയോഗ്യതയില്ല. മറിച്ച് അവർക്ക് അയോഗ്യതയുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനും തിരുത്താനും ഈ രാജ്യത്ത് കോടതികളുണ്ട്. മറിച്ച് നോക്കൂ, നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു എന്താ അളക്കപ്പെടുന്നതിനാൽ നിങ്ങൾ അളക്കാൻ എന്തുകൊണ്ടാണോ അളക്കുന്നത് അതിനാൽ നിങ്ങൾ അളക്കപ്പെടും. ഇവിടെ അതല്ല അഭിലാഷേ നടക്കുന്നത്. വിസർജ്യം തിരിച്ച് കഴിക്കുകയല്ലേ. ഈ ഇരുകൂട്ടരും ഇന്നലെ വരെ എന്തിനെയൊക്കെ എതിർത്തുവോ അവസരം കിട്ടിയപ്പോൾ അതൊക്കെ പറഞ്ഞു. ഇവിടെ ജിൻഡോ ജോൺ പറയുന്നത് കേട്ടു, ഞങ്ങൾ PMC പദ്ധതിക്കെതിരാണ്. ജിൻഡോ ജോൺ എതിരായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, DK ശിവകുമാർ എതിരാണോ? രാഹുൽ ഗാന്ധി എതിരാണോ? നിങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും മുഖ്യമന്ത്രി എതിരാണോ? ഇപ്പോൾ നിങ്ങൾക്കെതിരാണ്. കാരണം ഇന്ന് സമസ്തയുടെ പുസ്തകത്തിൽ ലേഖനം വന്നിരിക്കുന്നു, കടലാസിൽ വന്നിരിക്കുന്നു. കാരണം ഇന്ത്യ രാജ്യത്തെ മറ്റൊരു കോൺഗ്രസിനെയും നിങ്ങൾ ഈ പറയുന്ന മാതിരി ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും PDPയും SDPയും നിയന്ത്രിക്കുന്നില്ല. ഭരണകൂടവും രാഷ്ട്രീയത്തിൽ നിന്നും മതങ്ങൾ വേറിട്ട് നിൽക്കണമെന്ന് പറയുന്നവനെ തിട്ടൂരം കൊടുക്കുന്നത് മതവർഗീയ പാർട്ടികളുടെ കൂടാരത്തിൽ നിന്നാണ്. അതുകൊണ്ട് VD സതീശനുള്ള അഭിപ്രായവും നേരിട്ട് പറയാൻ പറ്റില്ല. ജിൻഡോ ജോണിന് പറയുന്ന മാതിരിയിൽ DK ശിവകുമാർ പറഞ്ഞിട്ടില്ല. അങ്ങ് ഇന്ത്യ രാജ്യത്തെ ഒരു കോൺഗ്രസ് സർക്കാരും PMC പദ്ധതിയെ വിമർശിക്കാനുള്ള തന്റെ ഇടവും നട്ടല്ലും കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതിന് ഓരം ചേർന്ന് നടക്കുകയാണ്. കേരളത്തിൽ മാത്രം വന്ന് ഈ രണ്ട് കൂട്ടരും ഈ രാജ്യത്തെ ജനങ്ങളെ കുറെ കാലമായി അഭിലാഷെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ജനങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് അധികാരം കിട്ടുമ്പോൾ ഇന്നലെ വരെ പറഞ്ഞ ഓരോന്നും അവർ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. പകരം ഞാൻ അഭിലാഷോട് എന്തൊക്കെ വിയോജിപ്പ് ഞങ്ങളെ കുറിച്ച് ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാം അഭിലാഷെ, ഏത് നിലപാടാ BJP തിരുത്തിയത്? നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളുടെ എതിർപ്പിനെ ഭയന്ന് ഏത് നിലപാടാ BJP തിരുത്താൻ തയ്യാറായത്? 370 വകുപ്പ്, മുത്തലാഖ്, മതേതരത്വം, യൂണിഫോം സിവിൽ കോഡ്, ജനതാ പാർട്ടി അല്ലെങ്കിൽ ജനസംഘം ഉണ്ടായ കാലം മുതൽ അഭിലാഷെ നിലനിന്ന് നെഞ്ചു വിരിച്ച് നിങ്ങൾ ഈ പറയുന്ന മാതിരി പോരാടി നേടിയ വിജയമാണ് ഇന്ത്യ രാജ്യത്തെ BJPയുടേത്. ആ പോരാട്ട വീര്യമാണ് ഇന്നലെ പറയാനും തിരിച്ചു നിന്ന് അത് ഉൾക്കൊള്ളാനും കഴിയാത്തവരുടെ ജനതയുടെ കേരളവും മാറുന്നില്ല അഭിലാഷെ. 3 MLA-മാർ തിരിച്ചു വരേണ്ടി വന്നത് അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ ഉങ്ങി. രാഷ്ട്രീയ പാർട്ടികൾ അതിന് കമ്മിറ്റി ചേർന്ന് തിരുത്തുന്നത് പോലെയല്ലോ സർക്കാരുകൾ, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ തിരുത്തുന്നതിനെ കുറിച്ചല്ലേ? തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിയുടെ സർക്കാർ 3 കർഷക നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അത് നടപ്പാക്കുമെന്ന് വാശി പിടിച്ചിട്ട് ഇല്ല, പിൻവലിക്കുകയാണ് ചെയ്തത്. കോടതി റദ്ദാക്കുകയല്ല, നരേന്ദ്രമോദി തന്നെ ഒരു ടെലിവിഷൻ അഡ്രസ് നടത്തിയിട്ട് ഞങ്ങൾ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? ജനകീയ സമ്മർദ്ദം കൊണ്ട് പിൻവലിക്കുന്നതോ നിലപാട് മാറ്റുന്നതോ ഒക്കെ അക്ഷന്തവ്യമായ അപരാധമായിട്ട് ഞാൻ കാണുന്നില്ല. അതൊക്കെ സ്വാഭാവികമായി നടക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ അങ്ങ് നേരത്തെ ചോദിച്ചില്ലേ ഈ സംഘപരിവാർ നോമിനികൾക്ക് എന്താണ് കുഴപ്പം എന്ന്? നോക്കിപ്പോൾ രാജ്യം ഭരിക്കുന്നത് BJPയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണ് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു. അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ആരെയൊക്കെ വെക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. പിന്നെ വിവിധ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാരിന് നിയമനാധികാരമുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ആരെയൊക്കെ വെക്കുന്നു? സ്വാഭാവികമായിട്ടും സംഘപരിവാർ നോമിനികളാണ്. കാരണം എന്താ? മാൻഡേറ്റ് ഉണ്ട്. രാജ്യം ഭരിക്കാൻ രാജ്യത്തെ ജനങ്ങൾ BJPക്ക് മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സംഘപരിവാർ നോമിനികളെ വിവിധ സ്ഥലങ്ങളിൽ വെക്കുന്നു. എതിരഭിപ്രായം പറഞ്ഞോ? ഇല്ല. പിന്നെ എന്താ ഇവിടെ എതിരഭിപ്രായം പറഞ്ഞെന്താ? ഇവിടെ ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്തിരിക്കുന്നത്, ഈ സംസ്ഥാനം ഭരിക്കാൻ മാൻഡേറ്റ് കൊടുത്തിരിക്കുന്നത് നേരത്തെ LDF-നായിരുന്നെങ്കിൽ ഇപ്പോൾ UDF-നാണ്. അപ്പോയിന്റഡ് ആയിട്ടുള്ള ഗവർണർ വളഞ്ഞ വഴിയിലൂടെ, കേന്ദ്ര സർക്കാർ നേരിട്ട് ചെയ്യുന്നത് പോലെയല്ല, വളഞ്ഞ വഴിയിലൂടെ അപ്പോയിന്റഡ് ആയിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെടാത്ത ഗവർണർ ചില ആളുകളെ മുകളിൽ നിന്ന് കെട്ടിയിറക്കുന്നതിനെ കുറിച്ചാണ് നോമിനികളെ തിരികെ കയറ്റുന്നു എന്ന് പറഞ്ഞത്. അത് രണ്ടാണ്. ഞാൻ പറഞ്ഞ കാര്യം അങ്ങേക്ക് ബോധ്യപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അല്ലാതെ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അതാണ് എന്നുള്ളതുകൊണ്ടല്ല. രണ്ട് വഴിയാണ്. നേരായ വഴിയിൽ വരണ്ടേ? കേരളത്തിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചാൽ നിങ്ങളുടെ അജണ്ട നടപ്പാക്കാനുള്ള മാൻഡേറ്റ് ജനങ്ങൾ പറയാം. ഒരു മിനിറ്റ് അഭിലാഷ്, ഒന്നിടപെട്ടോട്ടെ. നോക്കൂ, നിങ്ങൾ ഈ തർക്കം ഉന്നയിച്ചപ്പോ തങ്ങളെ ഏറ്റവും അധികം ആക്രോശിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടല്ലോ, വെള്ളിത്തടികയിൽ വെച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് എറിഞ്ഞു കൊടുത്തില്ലേ? ഇതാ ചാൻസലർ പദവി എടുത്തോ എന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് അഭിലാഷെ തിരിച്ച് അദ്ദേഹത്തിന് കൊടുത്തത്? ഇവിടെ നിങ്ങളും ഞാനും ഒരുപക്ഷെ നിങ്ങൾക്കും എനിക്കും വിയോജിക്കാം അഭിലാഷെ, പക്ഷേ UGCയുടെ മാനദണ്ഡ പ്രകാരം മാത്രമേ ഒരു ഗവർണർക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ, ചാൻസലർ പ്രവർത്തിക്കാൻ സാധിക്കൂ. അതിന് വിരുദ്ധമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചാൽ അഭിലാഷ് എന്ന വ്യക്തിക്ക് വേണമെങ്കിൽ കോടതിയിൽ പോകാം. ഭരണഘടനയും ജനാധിപത്യവും രാജ്യത്തെ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഒരു ഗവർണർ ചാൻസലർ പ്രവർത്തിക്കുന്നതെങ്കിൽ പോകാം. പക്ഷേ ആ പോയിടത്തൊക്കെ അതിദയനീയമായി പരാജയപ്പെടുത്തി പൊട്ടിപ്പാളീസായി ഗവർണർ
എന്ന നിലയിലുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും ചാൻസലർ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വം രണ്ടാണ്. ചാൻസലർ എന്നുള്ളത് ഒരു ഭരണഘടനാ പദവിയല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഉത്തരവാദിത്വമാണ്. നിങ്ങളെ കൊണ്ട് PMC ഒപ്പിടുവിപ്പിക്കും. ശരി, സമസ്തയല്ല ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാലും ഞാൻ വെല്ലുവിളിക്കുന്നു. ജിൻഡോ ജോൺ നിങ്ങളെ കൊണ്ടും PMC ഒപ്പിടുവിപ്പിക്കും. അതാണല്ലോ ഇനിയുള്ള ചോദ്യം. ഒപ്പിട്ടത് നിങ്ങൾക്കും ചെയ്യേണ്ടി വരും. ശരി, ഓക്കെ. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ വളരെ വ്യക്തമായ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു LDFന്റെ ഭാഗത്ത് നിന്ന്. PM ശ്രീയിൽ ഒപ്പിടുമോ ഇല്ലയോ എന്താണ് നിലപാട്? ക്ലാരിറ്റിയോടുകൂടി പറയാം, ആർക്കും പറയാം. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സർക്കാരിലും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സർക്കാരും കേരളമല്ലാതെ PM ശ്രീയിൽ വേറൊരു നിലപാടുള്ള സർക്കാരില്ല, നടപ്പാക്കാത്ത സർക്കാരില്ല. കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് ഒക്കെ PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ട്. ആകെ രണ്ട് സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ ഇപ്പോൾ PM ശ്രീ നടപ്പാക്കാതെ ഉള്ളൂ. ഒന്ന് കേരളം, മറ്റൊന്ന് തമിഴ്നാട്. കോൺഗ്രസിന്റെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ആരെപ്പോൾ നടപ്പാക്കി എന്നുള്ളതിനപ്പുറത്ത് PM ശ്രീ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ഈ രാഷ്ട്രീയമായ എതിർപ്പ് എന്ന് പറയുന്നത് എത്ര കാലം ഉണ്ടാവും? PM ശ്രീയെ സംബന്ധിച്ച് കൃത്യമായ ഒരു നിലപാട് ഇതാ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന നിലപാട് പറയാൻ എപ്പോൾ പറ്റും? അല്ല അഭിലാഷേ, നമ്മൾ ഇതിൽ ഈ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ. PM ശ്രീയിൽ പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലത്ത് V ശിവൻകുട്ടി പോയി മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ടു. അത് നല്ല പരിപാടിയാണ്, SSA ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഒപ്പിട്ടു. ഇതൊക്കെ ശരിയാണ്. ഞങ്ങൾ അന്നെടുത്ത സ്റ്റാൻഡ് PM ശ്രീയുടെ ഭാഗമായിട്ട് നരേന്ദ്രമോദി സർക്കാർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒളിച്ചു കടത്താൻ നോക്കുന്നതിനെ ആശയപരമായിട്ട് എതിർക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം അന്ന് ഉയർത്തിയത് സ്വന്തം ക്യാബിനറ്റിലെ സഹമന്ത്രിമാരെ പോലും അറിയിക്കാതെ ഒളിച്ചുപോയി ഒപ്പിട്ടത് എന്താണെന്നുള്ള ചോദ്യമാണ്. ഞങ്ങൾ പറഞ്ഞ ചോദ്യം രണ്ടാം ദിവസം തൊട്ട് CPIയും CPIയുടെ മന്ത്രിമാരും ഉന്നയിച്ചിരുന്നു. അതും ആരും മറക്കാൻ പാടില്ല. അപ്പൊ ഈ രണ്ട് പ്രശ്നമാണ് അവിടെ ഉള്ളത്. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം പോലും ലംഘിച്ച് അങ്ങനെ രഹസ്യമായി ഒപ്പിടേണ്ട എന്ത് അത്യാവശ്യമായിരുന്നു അന്നുണ്ടായിരുന്നത്? ഒന്നാമത്തെ കാര്യം. 2-3 വർഷക്കാലം അതങ്ങനെ നല്ലതാണെന്ന് V ശിവൻകുട്ടിക്ക് തോന്നിയെങ്കിൽ എന്തുകൊണ്ട് 3 വർഷക്കാലം അത് നടപ്പാക്കാതിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇനി ഞാൻ പറയട്ടെ അരുൺകുമാർ, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. അങ്ങനെ ഒരു മര്യാദ. അല്ലെങ്കിൽ ഞാനും ഇടപെടും. താങ്കൾ പറയുമ്പോൾ താങ്കൾ പറയുന്ന പോലെ തന്നെ ഞാനും ഇടപെടും. അപ്പൊ ഞാൻ പറയട്ടെ. അപ്പോൾ അതിനുശേഷം ഇത് അല്ല ഞാൻ പറഞ്ഞ അന്ന് ഒപ്പിട്ടു. ഇനിയിപ്പോൾ ഉള്ള പ്രശ്നം എന്താ? ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയപരിപാടികൾ ഇവിടെ നടപ്പാക്കേണ്ടതുണ്ടോ? അതല്ലാതെ PM ശ്രീയുടെ മറ്റേ സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ട്രക്ചറൽ ചേഞ്ചസ് മാത്രമാണോ നടത്തേണ്ടത്? അതിനപ്പുറത്ത് പാഠ്യപദ്ധതികൾ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ UDFനോ കോൺഗ്രസിനോ സാധിക്കില്ല. ഇനി മറ്റ് പല സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. പല കാലങ്ങളിലും BJP സർക്കാരായിരുന്നപ്പോൾ ഒപ്പിട്ടുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അത് തുടരുന്നുണ്ട്. ഇതിനൊക്കെ പല സാഹചര്യങ്ങളാണ്. കേരളത്തിലെ പോലെയുള്ള സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളൊന്നുമല്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ മുമ്പിൽ നരേന്ദ്രമോദിയുടെ പടം വെച്ചിട്ട് വേണ്ടല്ലോ സർക്കാർ സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് വികസിക്കാൻ. 70കളിൽ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ടൈം കോയിൻ ചെയ്യുമ്പോൾ കേരളത്തിലെ സർക്കാർ സ്കൂളുകളൊക്കെ ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം സംഭാവന ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില പദ്ധതികൾ വരുമ്പോൾ അവരുടെ നയപരിപാടികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കാതെ സ്ട്രക്ചറൽ ചേഞ്ചസ്, സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ പരിശോധിച്ച് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിലേക്ക് പോകുന്നേ ഉള്ളൂ. അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ആധികാരികമായി അഭിപ്രായം പറയാൻ ഗവൺമെന്റിന്റെ ഒരു ഒഫീഷ്യൽ നോമിനി അല്ല. അത് സർക്കാർ തീരുമാനിക്കും. അതിൽ നയപരമായിട്ട് കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നുള്ളത് അപ്പോഴാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുക. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, SDPയും PDPയും കോൺഗ്രസിനെ നയിക്കുന്നില്ല ജയചന്ദ്രൻ മാഷെ. അത് താങ്കളുടെ തെറ്റിദ്ധാരണയാണ്. ഇനി PDPയെ പോലുള്ള സംഘടനയുടെ പിന്തുണ കിട്ടി ഭരിക്കുന്നത് മോശപ്പെട്ട കാര്യമാണെങ്കിൽ കാശ്മീരിൽ മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ PDPയുടെ പിന്തുണ വാങ്ങി ഭരിച്ചത് നിങ്ങളാണ്. അങ്ങനെയാണ് നിങ്ങൾ കാശ്മീരിലേക്ക് ചുവട് വെച്ച് കയറിയതെന്നും കൂടി നിങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതാ. പിന്നെ നിങ്ങൾ PM ശ്രീയിലെ ഫണ്ട് കൊടുത്തത് കൊണ്ട് മാത്രമാണോ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെടാൻ പോകുന്നുള്ളൂ? ഉത്തരേന്ത്യയിലെ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലെ സ്കൂളുകളിലെ കുട്ടികൾക്ക് നിലത്ത് ഭക്ഷണം കിട്ടുന്ന സാഹചര്യമില്ലേ? ഉത്തരേന്ത്യയിലെ സ്കൂളുകളുടെ നിലവാരവും കേരളത്തിലെ സ്കൂളുകളുടെ നിലവാരവും ഒരുപാട് മോശപ്പെട്ട സംഘടനയാണെന്നൊക്കെ പറയട്ടെ. താങ്കൾ വിഷമിക്കല്ലേ? ഞാൻ പോയിട്ടുണ്ടേ. പറയുമ്പോ താങ്കൾ ആലോചിക്കണം. അദ്ദേഹം പറയട്ടെ. രണ്ടുപേരുടെ ജയചന്ദ്ര മാഷെ ഒരു കാര്യം, ശ്രീ TP ജയചന്ദ്രൻ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു 1.5-2 മാസം മുമ്പ് ഗുജറാത്തിൽ സന്ദർശിച്ചിട്ടുള്ള ആളാ. താങ്കൾ 1.5 മാസം 2 മാസത്തിനുള്ളിൽ പോയിട്ടുണ്ട് ഗുജറാത്തില്? ഞാൻ പോയിട്ടുണ്ട്.
ഞാൻ കാണിച്ചു തരാം. ഇന്ന് നിങ്ങൾക്ക് അറിയുമോ മിസ്റ്റർ ജിൻഡോ ജോൺ, അവസാനത്തെ കോൺഗ്രസിന്റെ രാജ്യസഭാ എംപിയും തോറ്റു കുഞ്ഞമ്പാടിയ ദിവസമാണ് ഇന്ന്. ഞാനൊരു 2 മാസത്തിനുള്ളിൽ ഗുജറാത്ത് പോയിട്ടുള്ള ആളാണ്. നിങ്ങൾക്കറിയോ? മനുഷ്യരെ കള്ളം പറഞ്ഞ് പറ്റിക്കലല്ലേ? അങ്ങനെ ബിജെപി വന്ന് നരേന്ദ്രമോദിയുടെ പണം വെച്ചാലേ കേരളത്തിലെ സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുള്ളൂ എന്ന് വിചാരിക്കാം. ശരി ശരി ശരി, തർക്കം വേണ്ട. ഓക്കെ, നമുക്ക് PM ശ്രീധരൻ ഗവൺമെന്റിനോട് പണം വാങ്ങുന്നുവെങ്കിൽ മോഡിയുടെ പണം വെക്കേണ്ടി വരും. ഗുജറാത്തിൽ പോയിട്ട് തന്നെ പറയുന്നത്. ശരി, ഓക്കെ, തർക്കം വേണ്ട. ഗവൺമെന്റിനോട് പണം ശരി, നമുക്കൊരു ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം ബാക്കി. ഇപ്പോൾ ഇടവേള എടുക്കാം. ചർച്ച അവസാനത്തെ 30 സെക്കൻഡിലാണ്. വളരെ ചെറിയ ഉത്തരം ശ്രീ അരുൺകുമാർ. NEP നടപ്പാക്കാതെ തന്നെ PM ശ്രീയിൽ ഒപ്പിടാം എന്നായിരുന്നല്ലോ അന്ന് വാദിച്ചത്. UDF അത് ചെയ്താൽ പിന്തുണയ്ക്കുമോ? ചെറിയ ഉത്തരം. ഒറ്റ കാര്യമുള്ളൂ, വളരെ സമയമെടുത്ത് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞിട്ടും ഒപ്പിടുമോ ഇല്ലയോ എന്ന ചോദ്യം താങ്കളും ഞാനും ചോദിച്ചു. താങ്കൾക്ക് ഉത്തരം കിട്ടിയോ? എനിക്കൊന്നും മനസ്സിലായില്ല. വേണ്ടണം എന്ന് ആവർത്തിച്ചതല്ലാതെ ഒരു മറുപടിയും അദ്ദേഹം പറഞ്ഞില്ല. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് വരെ കോൺഗ്രസ് നടപടിയെടുത്ത, അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2 തവണ നടപടിയെടുത്ത് മാറ്റി നിർത്തിയ B അശോകനെ വരെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് കൃത്യമായി വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ RSS ഉദ്ദേശിച്ചേക്കാൾ ഒരടി മുന്നിലാണ് ഞങ്ങൾ എന്ന് കോൺഗ്രസ് തെളിയിച്ചിരിക്കുന്നു. മറ്റു വിഷയങ്ങളിൽ ഞാൻ ചോദിച്ചല്ലോ, സെനറ്റ് നിയമനം, കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു. അടുത്ത ദിവസം ചർച്ച ചെയ്യാം. ഇപ്പൊ സമയം പൂർണ്ണമായി അവസാനിച്ചു. 3 പേർക്ക് വളരെ നന്ദി. സൂപ്പർ പ്രൈം ഡേ അവസാനിച്ചു. നമസ്കാരം.